ഓക്കെ, അപ്പോൾ പാർട്ട് 2 റെവലേഷൻ ഇന്ന് സെക്കൻഡ് സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യത്തെ സെഷനിൽ പറഞ്ഞതുപോലെ എല്ലാ Q&A ചോദ്യോത്തര പുസ്തകത്തിന്റെ പതിവ് പോലെ അതിന്റെ ഉത്തരങ്ങൾ ലാസ്റ്റ് പേജിലാണ് കാണുന്നത്. സോ ഞാൻ പറഞ്ഞു തുടങ്ങി, റെവലേഷൻ ഇസ് നോട്ട് എ ഹാർഡ് ബുക്ക് ടു ഫൈൻഡ്, അല്ലേ? അവിടാണല്ലോ ഞാൻ തുടങ്ങിയത്. കണ്ടുപിടിക്കാൻ പ്രയാസമുള്ള ഒരു പുസ്തകമല്ല റെവലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്നാൽ കണ്ടുപിടിക്കാൻ പ്രയാസം മാത്രമല്ല, ഈവൻ മനസ്സിലാക്കുവാനും പ്രയാസമുള്ള ഒരു പുസ്തകമല്ല വെളിപ്പാട് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദി ആൻസർ കീ, റെവലേഷൻ ഇസ് നോട്ട് എ ഹാർഡ് ബുക്ക് ടു ഈവൻ അണ്ടർസ്റ്റാൻഡ്. എന്താണ് അതിന്റെ ആൻസർ കീ? ഞാൻ പറഞ്ഞു 3 കാര്യങ്ങൾ. ഒന്ന്, ജീസസ് ഇസ് ഓൺ ദ ത്രോൺ, യേശു സിംഹാസനത്തിൽ ഇരിക്കുന്നു. 2, ജീസസ് ഇസ് കമ്മിങ് ബാക്ക്, യേശു മടങ്ങി വരുന്നു. 3, ഞാൻ പറഞ്ഞു ജീസസ് ഇസ് ഗോണ ടേക്ക് us ഹോം, യേശു നമ്മെ തിരിച്ചു വീട്ടിൽ കൊണ്ടുപോകും. ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ വെളിപ്പാടെന്നല്ല, ജീവിതത്തിലെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതിനകത്ത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. വി ക്യാൻ ടേക്ക് എ ലോട്ട് ഓഫ് തിങ്സ്, എ ഹോൾ ലോട്ട് ഓഫ് തിങ്സ് സോ മച്ച് മോർ ലൈറ്റ്ലി ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ആൻസർ കീ. അതുകൊണ്ട് ഈ ഒരു ആൻസർ കീയിൽ നമ്മൾ തുടങ്ങിയതിന്റെ കാരണം നമുക്കൊരു ഹോപ്പ് തരുന്ന ഒരു ആൻസർ കീ ആണ്. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തി. അതോടെ ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ദാറ്റ് റെവലേഷൻ ഇസ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്, വേറെ ഒന്നുമല്ല. 2, നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് അബൌട്ട് ഇന്റിമസി, ഏതാ ദൈവവുമായിട്ടുള്ള അഭേദ്യ ബന്ധം ഉള്ളവർക്കാണ് വെളിപ്പാട് കിട്ടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നിർത്തി. എന്നാൽ ഇന്ന് വെളിപ്പാട് പുസ്തകത്തിന്റെ അടുത്ത സെക്ഷൻ, ഫസ്റ്റ് ചാപ്റ്ററിന്റെ അടുത്ത സെക്ഷൻ, ദൈവം അനുവദിച്ചാൽ ഇന്ന് തന്നെ ആ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് തീർക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ആദ്യത്തെ വാക്യത്തിലേക്ക് വരികയാണ്. 1-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ലുക്ക്, ഹി ഈസ് കമ്മിങ് വിത്ത് ദ ക്ലൗഡ്സ്. ഓക്കെ, ലുക്ക്, ഹി ഈസ് കമ്മിങ് വിത്ത് ദ ക്ലൗഡ്സ്. ഇൻ ദ ക്ലൗഡ്സ് അല്ല, വിത്ത് ദ ക്ലൗഡ്സ്. അത് തന്നെ എൻ്റെ ഒരു സെഷനാണ്, പക്ഷെ ഞാൻ അധികം അതിനെക്കുറിച്ച് ഇന്ന് പഠിപ്പിക്കുന്നില്ല. ആൻഡ് എവ്രി ഐ വിൽ സീ ഹിം. എല്ലാ ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്, ആമേൻ. അപ്പോൾ ഒരു ഗ്ലോറിയസ് ന്യൂസ് വരുന്നു. ലുക്ക്, ഹി ഈസ് കമ്മിങ് വിത്ത് ദ ക്ലൗഡ്സ് ആൻഡ് എവ്രി ഐ ഷാൽ സീ ഹിം. ഓക്കെ, അതിനകത്ത് യാതൊരു ഇമ്പറേറ്റീവ് ആയിട്ടാണ് പറയുന്നത്. ഈവൻ ദോസ് ഹു പിയേഴ്സ്ഡ് ഹിം, അവനെ കുത്തി തുളച്ചവർ പോലും അവനെ കാണും. അത് കഴിഞ്ഞ് ആ ഗ്ലോറിയസ് ന്യൂസ്, ആ സന്തോഷത്തിന്റെ വാർത്ത പറഞ്ഞിട്ട് പിന്നെ പറയുന്നു, ആൻഡ് ഓൾ ദ പീപ്പിൾസ് ഓൺ എർത്ത് വിൽ മോൺ ബിക്കോസ് ഓഫ് ഹിം. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. സോ ഷാൽ ഇറ്റ് ബി, ആമേൻ. ഇന്നത്തെ സെഷൻ നമ്മൾ തുടങ്ങുമ്പോൾ ഒരു ഗ്ലോറിയസ് സെഷനായിട്ടാണ് തുടങ്ങുന്നത്. എന്തൊരു മഹത്വകരമായ ഒരു വാക്യമാണ്. ദാ അവൻ വരുന്നു, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഈ ക്ലൈമാക്സിലാണ് യോഹന്നാൻ തുടങ്ങുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജോൺ ഇസ് സ്റ്റാർട്ടിങ് ദ ഹോൾ തിങ് വിത്ത് എ ക്ലൈമാക്സ്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈ ക്ലൈമാക്സ് തുടങ്ങുന്നത്? ഒരു ബിൽഡപ്പ് ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് പോരെ, ദാ ഇവൻ വരുന്നു മേഘാരൂഢനായി. എന്തിനാ ഈ ക്ലൈമാക്സിൽ തുടങ്ങുന്നത്? അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഇന്ന് രാവിലെ ഞാനൊരു ലോട്ടറി അടിച്ചു എന്ന് വിചാരിക്കുക. ഞാൻ ലോട്ടറി വാങ്ങിക്കാറില്ല, ലോട്ടറിയിൽ വിശ്വസിക്കുന്ന ആളല്ല. എങ്കിലും ലോട്ടറി ഞാൻ വാങ്ങിച്ചു, ഞാൻ ലോട്ടറി അടിച്ചു എന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. ഒരു സങ്കല്പം മാത്രം. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് പത്രം നോക്കിയപ്പോൾ ദാ കാണുന്നു എൻ്റെ ലോട്ടറി നമ്പർ. ആ ലോട്ടറി അടിച്ചപ്പോൾ അടിച്ചത് 1 കോടി രൂപയാണ്. 1 കോടി രൂപ അടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ ഭയങ്കര സന്തോഷത്തിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക, എൻ്റെ ഭാര്യ എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ ഭാര്യയോട് എങ്ങനെയായിരിക്കും ഈ ന്യൂസ് ബ്രേക്ക് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും? ഞാൻ എൻ്റെ ഭാര്യയോട് ഒന്ന് പറയുമോ, ബൈ ദ വേ, ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പത്രം വായിക്കണമെന്ന് എനിക്ക് തോന്നി. ഞാൻ കതക് തുറന്ന് പത്രം എടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ 3-ാമത്തെ പേജിൽ ലോട്ടറിയുടെ കോളം കണ്ടു. ലോട്ടറിയിലെ കോളം നോക്കിയപ്പോൾ ഞാൻ എൻ്റെ പേരവിടെ കിടക്കുന്നത് പോലെ, എൻ്റെ നമ്പർ അവിടെ കിടക്കുന്നത് പോലെ തോന്നി. ഞാൻ പെട്ടെന്നൊന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ദാ, അങ്ങനെ പറയുമോ? അങ്ങനല്ല പറയുന്നത്. എൻ്റെ ഭാര്യ ഉറങ്ങുവാണെങ്കിൽ ഞാൻ കുലുക്കി എഴുന്നേപ്പിച്ചിട്ട് പറയും, നമ്മൾ ലോട്ടറി അടിച്ചു. യോഹന്നാൻ ഈ ക്ലൈമാക്സിൽ തുടങ്ങുന്നതിൻ്റെ കാരണം ഇത്രമാത്രം: പീഡകളിൽ കൂടെ കടന്നു പോകുന്ന സഭ, തൻ്റെ സഹോദരന്മാര് ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുന്നു. ചിലരെ സിംഹങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്നു, ചിലരെ പന്തം പോലിട്ട് കത്തിക്കുന്നു. അപ്പോൾ യോഹന്നാൻ പറയാ, മക്കളെ പേടിക്കണ്ട, ഇതാ അവൻ മേഘാരൂഢന. ക്ലൈമാക്സിൽ അങ്ങ് തുടങ്ങുകയാണ്.
അപ്പോൾ ഈ ക്ലൈമാക്സിൽ തുടങ്ങുന്നതിന്റെ ഗുണം, ഈ വെളിപ്പാട്ടിൽ ഈ ഒരു ഇമോഷനൊക്കെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അവൻ മേഘാരൂഢനായി വരുന്നു, അവനെ കുത്തി തുളവിച്ചവരും അവനെ കാണും. അവൻ രണ്ടാമത് വരുമ്പോൾ, ആദ്യം വന്നപ്പോൾ അവൻ ഒബ്സ്ക്യൂരിറ്റിയിലാണ് വന്നത്, അല്ലേ? ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ അധികം പേരൊന്നും അറിഞ്ഞില്ല. കുറച്ച് ആട്ടിടയന്മാർ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നു, വിദ്വാൻമാർ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നു. അനേകരും അവനെ കണ്ടില്ല, കണ്ടവരവനെ മൈൻഡ് ചെയ്തില്ല. ഇനിയും അവൻ വരുമ്പോൾ സകല മനുഷ്യരും അവനെ കാണും, അവനെ കുത്തി തുളച്ചവർ പോലും. എന്ന് പറഞ്ഞാൽ യേശു ദൈവമല്ലെന്ന് പറഞ്ഞവർ പോലും, യേശുവിനെ കളിയാക്കിയവര്, യേശുവിൻ്റെ സുവിശേഷത്തെ കളിയാക്കിയവര്, എല്ലാവരും, വിശ്വാസിയും അവിശ്വാസിയും, രാജാവും പ്രജകളും, ധനികനും ധനമില്ലാത്തവനും, പാവപ്പെട്ടവനും, സകലരും അവനെ കാണും. എവ്രി ഐ ഷാൽ ബിഹോൾഡ് ഹിം. അവനെ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ഡൊമിഷ്യൻ ഇസ് ഗോയിങ് ഡൗൺ. ഡൊമിഷ, നീ ആരൊക്കെ ആയാലും ശരി, നിന്റെ മുട്ട് മടങ്ങും. ഹിറ്റ്ലർ, നീ ആരൊക്കെ ആയാലും ശരി, നിന്റെ മുട്ട് മടങ്ങും. ഏത് പ്രധാനമന്ത്രി ആകട്ടെ, ഏത് ഭൂരാജാവാകട്ടെ, നിങ്ങളുടെ മുട്ട് അന്ന് മടങ്ങും. അന്ന് ഓപ്ഷൻ ഇല്ല, അന്ന് കമ്മിറ്റി കൂടത്തില്ല, അന്ന് പാനൽ ഡിസ്കഷൻ ഇല്ല. യേശു കർത്താവിനെ കാണുമ്പോൾ സകല മുട്ടും മടങ്ങും, സകല നാവും ഏറ്റുപറയും. എന്തൊരു വലിയ ഭാഗ്യമായി ഇപ്പോഴേ നമ്മുടെ മുട്ടുകൾ മടക്കുവാനും, ഇപ്പോഴേ നമ്മുടെ വാ കൊണ്ട് കർത്താവിനെ ഒന്ന് ഏറ്റുപറയാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് എന്ത് നാം സ്തോത്രം ചെയ്യേണ്ടതാണെന്നറിയാമോ? കാരണം ഒരു ദിവസം എല്ലാ മുട്ടും മടങ്ങുന്ന ദിവസത്തിലേക്ക് നാം വരും. ഡൊമിഷൻ, യു ആർ ഗോയിങ് ഡൗൺ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അനാവശ്യമായിട്ട് ഭാരപ്പെടരുത്. പ്രിയമുള്ളവരെ, കൊച്ചാട്ടിൻകൂട്ടമേ, അപ്പോസ്തലനായ യോഹന്നാൻ പറയാണ്, അനാവശ്യമായിട്ട് ഇനിയും ഭാരപ്പെടരുത്, ദാ രാജാവ് മേഘാരൂഢനായി വരുന്നു. ഡോണ്ട് വറി അൺനെസസറിലി. യാതൊരു കാരണവശാലും നമ്മൾ വറി ചെയ്യരുത്. അപ്പോൾ ഞാൻ ഇത് പറയുന്ന കൂട്ടത്തിൽ ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ ആപ്ലിക്കബിൾ ആയിട്ടൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. വൈ ഷുഡ് വി നോട്ട് വറി ടു മച്ച് അബൌട്ട് സോ മെനി തിങ്സ്? നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ വിശ്വാസിയുടെ ആറ്റിറ്റ്യൂഡ് ഇൻ ലൈഫിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മുടെ രാജാവ് വീണ്ടും വരും. അവൻ വരുമ്പോൾ എല്ലാ തെറ്റിനെയും അവൻ ശരിയാക്കും. ഹി വിൽ റൈറ്റ് എവറി റോങ്, അല്ലേ? അവൻ എല്ലാ തെറ്റുകളെയും അവൻ ശരിയാക്കും. അവൻ ന്യായം വിധിക്കും. അവൻ ജസ്റ്റായിട്ട് ന്യായം വിധിക്കും. അപ്പോൾ നമുക്ക് ഈ കോൺഫിഡൻസ് ഉള്ളപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ വി ക്യാൻ ടേക്ക് ഇറ്റ് സോ മച്ച് മോർ ലൈറ്റ്ലി. എല്ലാത്തിനും പ്രതികരിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ്, കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഒരു ഹൈന്ദവ സഹോദരൻ ചില കാര്യങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചു എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അദ്ദേഹം പറഞ്ഞത് ട്രാൻസ് മൂവി എന്ന് പറഞ്ഞ ഒരു മൂവിയെ കുറിച്ചാണ്. ട്രാൻസ് മൂവി, ഞാൻ മൂവികൾ അധികം കാണാറില്ല, എനിക്കതിനെ കാണാൻ സമയമില്ല. ട്രാൻസ് മൂവിയും കണ്ടിട്ടില്ല, എന്നാൽ കണ്ടവരുണ്ട്, എൻ്റെ സ്നേഹിതർ കണ്ടിട്ടുള്ളവരുണ്ട്. ഈ ട്രാൻസ് എന്ന് പറയുന്ന മൂവിക്കകത്ത് ബേസിക്കലി ഈ ക്രിസ്തീയ സമൂഹത്തെ, അതായത് ഒരു വിധത്തിൽ നമ്മൾ വടി കൊടുത്ത് അടി വാങ്ങിച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെങ്കിൽ ക്രിസ്തീയ സമൂഹത്തെ കളിയാക്കി, പ്രത്യേകിച്ച് ഈ പ്രോസ്പെരിറ്റി ഗോസ്പലും ദൈവത്തിൻ്റെ നാമം ഉപയോഗിച്ച് പണം ഉണ്ടാക്കുന്നവരെ കുറിച്ചൊക്കെ കളിയാക്കിയിട്ടുള്ള ഒരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ഹൈന്ദവ സഹോദരൻ പറയുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞു, വേറെ ഏതെങ്കിലും ഒരു കൂട്ടരെ കുറിച്ചാണ് അത്, ഒരുപക്ഷെ അവർ ചെയ്തത് ഉണ്ടല്ലോ, അതിനകത്ത് കാര്യം കാണും, അവരുടെ ആ മൂവിക്കകത്ത് എന്തെങ്കിലും കഥ കാണും, അല്ലേ? നമ്മൾ ചുറ്റും നോക്കുമ്പോൾ തന്നെ ഈ സുവിശേഷത്തെ അവരുടെ സ്വന്തം ലാഭത്തിന് വേണ്ടി പെഡിൽ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അത് ശരിയല്ല എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും അദ്ദേഹം പറഞ്ഞു, വേറെ ഏതെങ്കിലും സമൂഹത്തെക്കുറിച്ചായിരുന്നു ആ മൂവിയെങ്കിൽ അവർ പറഞ്ഞു, തിയേറ്ററുകൾ കത്തിച്ചേനെ, കല്ലെറിഞ്ഞേനെ, സ്റ്റേ വാങ്ങിച്ചേനെ, പരസ്യമായി ജാഥ നടത്തിയനെയും പ്രൊട്ടസ്റ്റ് നടത്തിയനെയും. ഈ ക്രിസ്തീയ സഹോദരന്മാർ എന്തെങ്കിലും പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇത് കണ്ടു പഠിക്കണം. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഒരു കാര്യത്തിന് എനിക്ക് വലിയ സന്തോഷം തോന്നി. എന്തുകൊണ്ടാണ് വിശ്വാസികൾ അതിന് പ്രതികരിക്കാത്തത്? ഞാൻ പറയുന്നത് ഒരു കാരണത്തിനും പ്രതികരിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ചിലപ്പോൾ നമ്മുടെ ഈ പ്രതികരണ ശക്തി എല്ലാം നഷ്ടപ്പെട്ടവരായി നാം നിൽക്കും. അങ്ങനല്ല, പ്രതികരിക്കേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ പ്രതികരിക്കണം. എങ്കിലും നമ്മൾ ഈ അനാവശ്യമായ കാര്യങ്ങൾക്ക് പ്രതികരിക്കാത്തതിന്റെ കാരണം, യേശു പറഞ്ഞു, ഞാൻ രാജാവാ, പക്ഷെ എൻ്റെ രാജത്വം ഐഹികമല്ല. മൈ കിങ്ഡം ഇസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ യേശു രാജാവിൻ്റെ രാജത്വം എന്ന് പറഞ്ഞ ഈ ലോകത്തിലെ ഒരു കിങ്ഡം അല്ല.
അവൻ സകലത്തിനും രാജാവാണ്. ഹി ഈസ് ദ കിങ് ഓഫ് ദ യൂണിവേഴ്സ്, അല്ലേ? കോസ്മോസിന്റെ രാജാവ്. അതുകൊണ്ട് ആരെങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ബുദ്ധിമുട്ടത്തില്ല. പക്ഷെങ്കിൽ യോഹന്നാൻ പറയുന്നു, മകനെ, നിങ്ങളെല്ലാം പറഞ്ഞതൊക്കെ ശരിയാണ്. ഒരു ദിവസം അവൻ ഈ ഭൂമിയുടെ രാജാവായി വരുന്നുണ്ട്. അന്ന് സകല കണ്ണും അവനെ കാണും. അതുകൊണ്ട് ഇന്ന് ഈ ചെകിടത്തടിക്കുന്നവനെ നമുക്ക് മറ്റേ ചെകിട് കാണിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തത് എൻ്റെ രാജാവ് അതാണ് എനിക്ക് മോഡൽ ചെയ്തേക്കുന്നത്. അന്ന് അവൻ ദാസനായി വന്നു, പക്ഷെങ്കിൽ അവൻ മേഘാരൂഢനായി. ഹി ഈസ് കമ്മിങ് വിത്ത് ദ ക്ലൗഡ്സ് ആസ് ദ കിങ് ഓഫ് ദ യൂണിവേഴ്സ്. അതുകൊണ്ട് ക്ലൈമാക്സിൽ തുടങ്ങുന്നതിന്റെ കാരണം, ഇന്നത്തെ നമ്മുടെ ബൈബിൾ സ്റ്റഡിയും ഈ ക്ലൈമാക്സിൽ തുടങ്ങുന്നതിന്റെ കാരണം, കൊച്ചാട്ടിൻ കൂട്ടുമേ കൂടുതൽ വിഷമിക്കരുത്, രാജാവ് മേഘാരൂഢനായി വരുന്നു. സോ ദിസ് ഈസ് ദ ബിഗസ്റ്റ് കോൺഫിഡൻസ് ഓഫ് എ ബിലീവർ. ഓക്കെ, എന്നാൽ ഈ വലിയ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നൊരു കാര്യം, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. അപ്പോൾ വലിയ സന്തോഷം ഉണ്ടാകുമ്പോൾ ദേ കേൾക്കുന്നു വലിയ കരച്ചിൽ. അത് മനസ്സിലാക്കാൻ നമുക്ക് പഴയ നിയമത്തിലേക്കൊന്ന് പോകണം. സക്രിയ പ്രവാചകന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം 10 മുതൽ 11 വരെയുള്ള വാക്യം. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരുശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. അപ്പോൾ ഇത് നോക്കണം കേട്ടോ, ഇതിന്റെ ആ പ്രോഫസി നോക്കണം. എന്ന് എഴുതിയതാ സക്രിയ പ്രവാചകന്റെ പുസ്തകം, എന്ന് എഴുതിയതാ. അത് യേശുവിന്റെ ഒന്നാം വരവിനെ കുറിച്ചും രണ്ടാമത്തെ വരവിനെ കുറിച്ചും വളരെ രസകരമായിട്ട് ആ പ്രവചനത്തിൽ തന്നെ പറയുന്നു. ഈ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് സന്തോഷം വരുന്നത്, ദൈവം എങ്ങനെ എത്ര മനോഹരമായിട്ട് അത് നിവർത്തിച്ചിരിക്കുന്നത് എന്ന് കാണാം. തൻ ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവൻ അവനെക്കുറിച്ച് വ്യസനിക്കും. അന്നാളിൽ കണ്ടോ, രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള വ്യക്തമായ പ്രവചനമാണ്. മെഗിദ്ദോ താഴ്വരയിലുള്ള ഹദദ് റിമോനിലെ വിലാപം പോലെ യെരുശലേമിൽ മഹാവിലാപം ഉണ്ടാകുന്നു. എവിടാണ് മഹാവിലാപം? യേശു കർത്താവ് രാജാവായിട്ട് യെരുശലേമിലേക്ക് വരികയാണ്. അവൻ എങ്ങനെയാണ് വരുന്നത്? അവൻ ഒലിവ് മലയിലോട്ട് അവന്റെ കാല് സ്പർശിക്കുമ്പോൾ ഒലിവ് മല രണ്ടായി പിളർക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവന്റെ ഖാബോദ്, അവന്റെ മഹത്വത്തിന്റെ ആ ഭാരം ഈ ലോകത്തിന് താങ്ങാനൊക്കത്തില്ല. അവൻ വരുമ്പോൾ അവൻ വരുന്നത് ഈസ്റ്റേൺ ഗേറ്റിലൂടെ അവൻ വന്ന് യെരുശലേമിൽ വരും. അവിടെ കിടക്കുന്നു ബാറ്റിൽ ഓഫ് അർമഗെദോൻ. യഹൂദന്മാർ, അവന്റെ ജനം കഷ്ടത്തിലാണ്. വലിയ യുദ്ധം നടക്കാൻ പോകുന്നു. അവർക്ക് എങ്ങോട്ട് നോക്കണമെന്ന് അറിഞ്ഞുകൂടാ. താഴോട്ട് നോക്കാൻ വയ്യ, മേളിലോട്ട് നോക്കാൻ വയ്യ, ചുറ്റും നോക്കാൻ വയ്യ. അവരെ ആര് സഹായിക്കും എന്ന വിഷമത്തിൽ അവര് കരയുന്നു. കരയുന്നതിന്റെ കാരണം, ഒന്ന്, ചുറ്റും സൈന്യം വളഞ്ഞിരിക്കുകയാണ്. രണ്ട്, അവര് കുത്തിത്തുളച്ചവൻ, അവര് വേണ്ട എന്ന് പറഞ്ഞവർ, അല്ലേ? യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, അവന്റെ രക്തവും ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വീഴട്ടെ എന്ന് പറഞ്ഞ് ക്രൂശിച്ചവൻ അവരുടെ മുമ്പിൽ നിൽക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പരിഹസിച്ചവനെ, ചമ്മട്ടി കൊണ്ട് അടിച്ചവൻ, അവനെ ഗോൽഗോഥായിൽ ക്രൂശിച്ചവൻ, റോമാ പടയാളികളെ കൊണ്ട് അടിപ്പിച്ചവൻ, അവരുടെ മുമ്പിൽ നിൽക്കുന്നു, രാജാവും കർത്താവുമായി. അങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്ത എന്താ? എൻ്റെ ദൈവമേ, ഇനി ഒരു രക്ഷയും ഇല്ലല്ലോ, ഞങ്ങൾക്കിത് തന്നെ വേണം, അല്ലേ? ചെകിടത്തടിച്ച് അവനെ പരിഹസിച്ച് അവനെ കളിയാക്കി അവനെ തള്ളിക്കളഞ്ഞ അതേ യേശു രാജാവായി വന്നിരിക്കുകയാണ്. രാജാവായി വരുമ്പോൾ ഇസ്രായേൽ മക്കൾ മെഗിദ്ദോ താഴ്വരയിൽ വലിയ വിലാപം, വലിയ കരച്ചിലിന് ശബ്ദം. അയ്യോ, ഈ ചുറ്റുമുള്ളവർ മാത്രമല്ല നമ്മുടെ ശത്രു, സകല ലോകത്തിന്റെയും രാജാവ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു, അവനെ ഞങ്ങൾ കുത്തിത്തുളച്ചവൻ. അപ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, അവരെന്താണ് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത്? തീർന്നു, നമ്മുടെ കഥ ഇതോടെ കഴിഞ്ഞു. അവൻ ന്യായം വിസ്തരിക്കാൻ പോകുന്നു, അവൻ ന്യായം വിധിക്കുമ്പോൾ നമ്മുടെ കാര്യം കഴിഞ്ഞു, ഇനി നമുക്ക് രക്ഷയില്ല. ഇങ്ങനെയാണ് ഇസ്രായേൽ മക്കൾ ചിന്തിച്ചിരിക്കുന്നത്, അല്ലേ? നാം തള്ളിക്കളഞ്ഞവൻ നമ്മുടെ മുമ്പിൽ രാജാവായി നിൽക്കുന്നു, നമ്മുടെ കാര്യം കഴിഞ്ഞു. എന്നാൽ അങ്ങനെ അവർ ചിന്തിച്ചിരിക്കുമ്പോൾ തന്നെ വലിയൊരു അത്ഭുതം, അവർക്ക് തന്നെ വലിയൊരു അത്ഭുതം നടക്കാൻ പോവുകയാണ്. എന്താണ് അത്ഭുതം? സക്രിയ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, അടുത്ത അധ്യായം ഒന്ന് വായിക്കണം. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരുശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ തുറന്നിരിക്കും.
അപ്പോൾ 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നു അവർ വലിയ കരച്ചിലാണ്. കാരണം അയ്യോ ഞങ്ങളുടെ കാര്യം തീർന്നു, ഞങ്ങൾക്കിനി രക്ഷയില്ല, ഇനി ഒരു വഴിയുമില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ 13-ാമത്തെ അധ്യായം പറയുന്നു, ഓൺ ദാറ്റ് ഡേ എ ഫൗണ്ടൻ വിൽ ബി ഓപ്പൺ ടു ദ ഹൗസ് ഓഫ് ഡേവിഡ് ആൻഡ് ദി ഇൻഹാബിറ്റൻസ് ഓഫ് ജെറൂസലം ടു ക്ലെൻസ് ദം ഫ്രം സിൻ. യേശു രാജാവായി വരുമ്പോൾ അവൻ ആ യുദ്ധം അവർക്ക് വേണ്ടി ജയിക്കും. യഹൂദ അന്ന് ജീവിക്കുന്നവർ അവങ്കിലേക്ക് നോക്കും, അവനിൽ വിശ്വസിക്കും. അവനിൽ വിശ്വസിക്കുമ്പോൾ അവൻ അവരെ രക്ഷിക്കും. ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മുടെ ദൈവത്തിൻ്റെ ആ വാക്തത്വം അവൻ എങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ മാറി നിൽക്കുന്ന നാം, സഭയായ നാം ഒരുപക്ഷെ പറയും, കർത്താവെ ഇവർ നിന്നെ തള്ളിക്കളഞ്ഞവരാ, ഇവർ നിന്നെ ക്രൂശിച്ചതാ. എങ്കിലും നമ്മുടെ കർത്താവ് അന്ന് അവരെ വിടുവിക്കും. ഹി വിൽ ഡെലിവർ ദം. The Lord isn't slow about keeping his promises. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം വിശ്വാസികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അത് ചെയ്തിരിക്കും. ഇഫ് ഹി ഹാസ് പ്രോമിസ് സംതിങ് ഹി വിൽ ഡു ഇറ്റ്. അതിനെക്കുറിച്ച് യാതൊരു സംശയവും ആർക്കും വേണ്ട. യഹൂദ മക്കൾ അവനെ കുത്തിയതല്ലേ, യഹൂദ മക്കൾ അവനെ കൊന്നതല്ലേ, യഹൂദ മക്കൾ അവനെ തള്ളിക്കളഞ്ഞതല്ലേ, യഹൂദ മക്കൾ അവനെ പരിഹസിച്ചതല്ലേ, ശരിയാണ്. എങ്കിലും ആ നാളിൽ അവൻ അവരെ രക്ഷിക്കും. ദാറ്റ് ഇസ് ദ കവനന്റ് കീപ്പിംഗ് ഗോഡ്. അപ്പോൾ നാം ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് പറയാ, ദൈവമേ അവരിതെല്ലാം ചെയ്തതല്ലേ, നീ എന്തിനാണ് അവരെ വിടുവിക്കുന്നത്? അപ്പോൾ ദൈവം പറയും, മക്കളെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകത്തില്ല, എൻ്റെ പേര് ദൈവം എന്നാണ്, യാഹ്വേ എന്നാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ പിന്മാറത്തില്ല. ഞാൻ മനുഷ്യനല്ല. I am not a man that I should lie, or the son of man that I should change my mind. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അബ്രഹാമിനെ വിളിച്ചിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു, അബ്രഹാമേ ഞാൻ നിന്നെ അനുഗ്രഹിക്കും പറഞ്ഞതാ. ഞാൻ ആ വാക്തത്വം ഒരിക്കലും മറക്കത്തില്ല. അപ്പോൾ ഇന്ന് വിശ്വാസി ഒരു കാര്യം ഓർത്തോണം, ഒരുപക്ഷെ ദൈവം നമ്മോട് ചില കാര്യങ്ങൾ തൻ്റെ വചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബി ഷുവർ ദാറ്റ് ഇഫ് ഹി സെഡ് സംതിങ് ഹി വിൽ ഡു ഇറ്റ്. ഈ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം ഉണ്ടല്ലോ, ഇറ്റ് ഇസ് ദ ഇൻസ്പയർഡ് ഇന്നറന്റ് വേർഡ് ഓഫ് ഗോഡ്. ഞാനത് വിശ്വസിക്കുന്നു. എന്നാൽ ഇതൊരു ചരിത്ര പുസ്തകം കൂടാണ്. ഇറ്റ് ഇസ് ഓൾസോ ഹിസ്റ്റോറിക് ബുക്ക്. ഇതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. കുറച്ച് സമയം കിട്ടുമ്പം പഴയ നിയമത്തിലെ ചില പ്രോമിസസ്, ചില വാക്തത്വങ്ങൾ ഒന്ന് വായിച്ചു നോക്കണം. എന്നിട്ട് നോക്കണം എങ്ങനെ എത്ര ഭംഗിയായിട്ടാണ് ദൈവം അത് മുഴുവനും സകലവും നിവർത്തിച്ചിരിക്കുന്നതെന്ന് വായിച്ചു നോക്കണം. ചരിത്രത്തിലേക്കൊന്ന് നോക്കണം, ബൈബിളിലേക്കൊന്ന് നോക്കണം. വാട്ട് എവർ ഗോഡ് ഹാസ് പ്രോമിസ്ഡ് ഹി ഹാസ് done it. അവൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ പറഞ്ഞു ഞാൻ പോയതുപോലെ തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ അവൻ വരും. താമസിച്ചാലും അവൻ വരും. ഒരുപക്ഷെ നമ്മുടെ കണക്കും പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഹി മൈറ്റ് നോട്ട് റെസ്പോണ്ട്, ബട്ട് ഇൻ ഹിസ് ടൈം, അറ്റ് ദ റൈറ്റ് ടൈം, ഹി വിൽ കീപ് ഹിസ് പ്രോമിസ്. അതിനെക്കുറിച്ച് യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് ഇന്ന് നമ്മോട് അവൻ പറയുന്നത്, നീ തീയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ആ തീ നിന്നെ ദഹിപ്പിക്കത്തില്ല. വെൻ യു വാക്ക് ത്രൂ ദ വാട്ടേഴ്സ് വിൽ നോട്ട് ഓവർവെൽം യു. നരയ്ക്കുവോളം ഞാൻ നിന്നെ ചുമക്കാം. ഐ വിൽ ഹോൾഡ് യു ബൈ മൈ റൈച്ചസ് റൈറ്റ് ഹാൻഡ്. ദൈവം പറഞ്ഞ ഓരോ വാക്തത്വവും ഓർത്തോണം, അവൻ പാലിക്കും. കാരണം ഹീ ഈസ് നോട്ട് എ മാൻ ദാറ്റ് ഹീ ഷുഡ് ലൈ. അനേക ആളുകൾ നമുക്ക് പല പ്രോമിസസ് തന്നിട്ടുണ്ട്. അവർ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, അല്ലെങ്കിൽ വാക്ക് മാറ്റി പറയും, അല്ലെങ്കിൽ അവർ പറഞ്ഞു പക്ഷെങ്കിൽ അത് ചെയ്തെടുക്കാൻ അവർക്ക് കഴിവില്ല. അവർ പറയും, ഐ എം സോറി, ഐ കാൺ ഡു ഇറ്റ്. ദൈവം അങ്ങനല്ല. അവനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടാണല്ലോ ശലോമോൻ പറഞ്ഞത്, തിരുവാകൊണ്ട് പറഞ്ഞത് തൃക്കൈ നിവർത്തിച്ചിരിക്കുന്നു. ഇഫ് ഹി സെഡ് സംതിങ് ഹി വിൽ ഡു ഇറ്റ്. ഹി ഈസ് എ പ്രോമിസ് കീപ്പിംഗ് ഗോഡ്. അതെത്ര വ്യക്തമായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാം. അപ്പോൾ യോസേഫ് അവസാനം തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ യോസേഫാണ്, ഞാൻ ഇവിടുത്തെ പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞപ്പോൾ സഹോദരന്മാരെന്താ ചിന്തിച്ചേ? ഞങ്ങളുടെ കാര്യം കഴിഞ്ഞു. അവർ ഈ യെരുശലേമിലെ നിലവിളി പോലെ അവർ കരഞ്ഞു, തീർന്നു, ഞങ്ങളുടെ കഥ കഴിഞ്ഞു. അപ്പോൾ യോസേഫ് അവരെ തീർക്കുകയല്ല, യോസേഫ് അവരെ നശിപ്പിച്ചു കളയുകയല്ല, ആ കുടുംബത്തെ മുഴുവൻ രക്ഷിക്കുന്നത് പോലെ യേശു കർത്താവ് അന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കും. ദാറ്റ് ഈസ് ആർ പ്രോമിസ് കീപ്പിംഗ് ഗോഡ്. ഓക്കെ, 1-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. ഐ ആം ദി ആൽഫ ആൻഡ് ദി ഒമേഗ. ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്തു. ഈ ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറയുമ്പോൾ ആരാണ് പറയുന്നത്? നിങ്ങൾക്ക് ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ അത് റെഡ് ലെറ്റേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. ആരാണ് പറയുന്നത്? യേശു കർത്താവ് തന്നെ പറയാണ്, ഞാൻ തന്നെ അൽഫയും ഒമേഗയുമാകുന്നു. പലരും പറയുന്നു, നമ്മോട് ചോദിക്കുന്ന പല കൾട്സ്, അതുപോലെ തന്നെ നമ്മുടെ മറ്റ് സഹോദരന്മാർ, മറ്റ്
ആ, സമുദായത്തിലുള്ള ചില സഹോദരന്മാർ പറയുന്നു യേശു ദൈവമാണെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. ദാ പറഞ്ഞിരിക്കുന്നു ഞാൻ തന്നെ അൽഫായും അമേഗ. അപ്പൊ ചിലർ പറഞ്ഞില്ലല്ലോ അത് യഹോവയാ, അത് യേശുവല്ല. എന്നാൽ വെളിപ്പാട് 22 ഒന്ന് വായിച്ചു നോക്കണം. എല്ലാ സ്ഥലത്തും വെളിപ്പാടിൽ തന്നെ എത്രയോ, നമ്മൾ ഇനി അത് വായിക്കും, പല സ്ഥലത്ത് പറയുന്നു ഞാൻ തന്നെ അൽഫായും ഒമേഗയുമായിരുന്നു. പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ യഹോവയായ ദൈവം പറയുന്നു ഞാൻ ആദ്യനും ഞാൻ അന്ത്യവുമാകുന്നു. സോ ഇറ്റ് ഈസ് ദ ജീസസ്, യേശു തന്നെ പറയാണ് ഞാൻ ആൽഫയും ഞാൻ ഒമേഗയും. ഇതിനകത്ത് രസകരമായ ഒരു കാര്യം, ഈ ആൽഫ എന്ന് എഴുതിയിരിക്കുന്നത് ആൽഫ മുഴുവൻ ALPHA, അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ ആൽഫ എന്ന് മുഴുവൻ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഒമേഗ എഴുതിയിരിക്കുന്നത് ഒമേഗ മാത്രമായിട്ടാണ്. ഏതാ ഈ ഒരു സിമ്പിൾ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താ ദൈവം പറയുന്നത്? എനിക്ക് അന്തമില്ല, ഐ എം എ നെവർ എൻഡിങ് ഇറ്റേണൽ ഗോഡ്. ഞാൻ തുടക്കത്തിലുണ്ടായിരുന്നു ആൻഡ് ഐ കീപ് ഓൺ കീപ്പിംഗ് ഓൺ. അങ്ങനാണ് ദൈവത്തിന്റെ പ്രത്യേകത അങ്ങനാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആരംഭിക്കുന്നത് ദൈവത്തിൽ തന്നെ അവസാനിക്കും. ഇഫ് യു സ്റ്റാർട്ട് യുവർ ലൈഫ് വിത്ത് ക്രൈസ്റ്റ്, ഇറ്റ് വിൽ എൻഡ് വിത്ത് ക്രൈസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നൊരു കാര്യം ഏതാ, 1 യോഹന്നാൻ 2:22 പറയുന്നത്, അതുകൊണ്ട് ഇതിനകത്ത് ഏറ്റവും വലിയ കളവ് സംഭവിക്കാൻ സാധ്യതയുള്ളത് യേശു കർത്താവിന്റെ ദിവ്യത്വത്തെ തിരസ്കരിക്കുന്നവർ, അതിനെ റിജക്റ്റ് ചെയ്യുന്നവരാണ് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്. 1 യോഹന്നാൻ 2:22 ഹൂ ഇസ് ദ ലയർ? ഇറ്റ് ഇസ് ഹൂ എവർ ഡിനൈസ് ദാറ്റ് ജീസസ് ഇസ് ദ ക്രൈസ്റ്റ്, സച്ച് എ പേഴ്സൺ is the antichrist, denying father and son. അപ്പോൾ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് എവിടെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാവോ? ശരിയാണ്, ഒരു എതിർ ക്രിസ്തു വരുന്നുണ്ട് വെളിപ്പാടിൽ, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും. എന്നാൽ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഇപ്പോഴും ഉണ്ട്, അത് എല്ലാ കാലത്തും ഉണ്ട്. എന്താണ് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്? എല്ലാം ശരിയാണ്, ഇതും ശരിയാണ്, അതും ശരിയാണ്, എല്ലാം ശരിയാണ്. പക്ഷെ യേശു മാത്രമല്ല ദൈവം. ജീസസ് ഇസ് നോട്ട് ദി ഓൺലി ഗോഡ്. അവിടെ പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്, അല്ലേ? അവിടെയല്ലേ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, അവിടാണ് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്. അവിടെ വിശ്വാസി ഉറച്ചു നിൽക്കണം. ജീസസ് അലോൺ ഈസ് ദ ഗോഡ് ഓഫ് ദി യൂണിവേഴ്സ്. യേശു മാത്രം ദൈവം, യേശു മാത്രം കർത്താവ്. നെവർ ഡിമിനിഷ് ദ ഡിയറ്റി ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ ദിവ്യത്വം കുറയ്ക്കുവാൻ, അല്ലെങ്കിൽ അതിന് കോട്ടം സംഭവിക്കാൻ ഒരിക്കലും വിശ്വാസി സമ്മതിക്കരുത്. ഹി സീസ് ദ എൻഡ് ഫ്രം ദ ബിഗിനിങ്. അവൻ എല്ലാം സകലവും കാണുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹി ലിവ്സ് ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ്. അവൻ തന്നെ ആൽഫായും അവൻ തന്നെ ഒമേഗായും. ഓക്കെ, എന്നാൽ ഇപ്പോൾ നമ്മൾ തന്നെ നമ്മോട് പറയുന്ന ഒരു കാര്യം, ദൈവമേ നീയാണ് ആദ്യം, അല്ലേ? നീ ആദ്യനും നീ അന്ത്യനും, നീയാണ് അവസാനം. അപ്പോൾ ഇറ്റ് സ്റ്റാർട്ട്സ് ബ്യൂട്ടിഫുള്ളി, ഇറ്റ് എൻഡ്സ് ബ്യൂട്ടിഫുള്ളി. ഞങ്ങൾക്ക് അത് രണ്ടും മനസ്സിലാകുന്നു ദൈവമേ. ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം ഈ നടുക്ക് സംഭവിക്കുന്ന കാര്യം, അതാണ് ഞങ്ങളുടെ വിഷയം. That is our problem. We are okay with the beginning, we are okay with the end, because both of them are beautiful. But what happens in between is the messy part. അല്ലേ? വിനോ ഇപ്പൊ എന്നോട് പറഞ്ഞ ഒരു മെസ്സേജ് അയച്ചു, റിവൈവൽ ഇസ് മെസ്സി. ഇതിന് ഇടയിലാണ് ഈ മെസ്സ് മുഴുവൻ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മെസ്സ്, പാപനിമിത്തം ഉണ്ടാകുന്ന മെസ്സ്, അന്യോന്യം ഉണ്ടാകുന്ന മെസ്സ്, ഇറ്റ് ഈസ് മെസ്സി. അപ്പോൾ ആ വാക്യം അവിടെ അവസാനിക്കുന്നില്ല. ഞാൻ ആദ്യനും അന്ത്യനും, ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ. I am the Alpha and the Omega, says the Lord, who is and who was and who is to come. അവസാനം ഉപയോഗിച്ചിരിക്കുന്ന പദം കണ്ടോ? The Almighty. അപ്പോൾ ആദ്യനും അന്ത്യനും മാത്രമല്ല, I am the Almighty. ഈ Almightyയുടെ ഹീബ്രു മൂലപദം എൽ ഷദായ്. എൽ ഷദായ്. അപ്പൊ അതിനെന്തോ എൽ ഷദായ്, ഓൾമൈറ്റി. അതങ്ങ് പറഞ്ഞ് മുന്നോട്ട് പോയിക്കൂടെ? പോകാനൊക്കത്തില്ല. ഞാൻ ഹെർമന്യൂട്ടിക്സ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, എവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ടേമിന്റെ അർത്ഥം മനസ്സിലാക്കണോ, എവിടെ അതിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഫസ്റ്റ് മെൻഷൻ പാലിക്കണം. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഫസ്റ്റ് മെൻഷൻ? പ്രിൻസിപ്പിൾ ഓഫ് ഫസ്റ്റ് മെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വചനത്തിൽ എവിടാണ് ഈ പദം ആദ്യം ഉപയോഗിച്ചിട്ടുള്ളതെന്ന് തിരിഞ്ഞു നോക്കണം. ചുമ്മാ എൽ ഷദായ് നമ്മൾ വായിക്കുന്നതല്ലേ, എൽ ഷദായ് എൽ ഷദായ്, നമ്മൾ പാട്ടൊക്കെ പാടും എൽ ഷദായ് അവിടെ, അതുകൊണ്ട് ഓൾമൈറ്റി, അത് വായിച്ചു വിടരുത്. എവിടാണ് ദൈവം ആദ്യമായിട്ട് തന്നെ എൽ ഷദായ് ആയിട്ട് വെളിപ്പെടുത്തിയത്? യഹോവ ഈരെ എന്ന് പറയുന്ന പദം, അല്ലെ, ജഹോവ ജൈറ, എവിടാണ് ആദ്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്? ദി ഓൾമൈറ്റി എന്ന പദം എൽ ഷദായ്. എൽ ഷദായ് എന്ന് പറഞ്ഞാൽ, എൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഓൾ പവർഫുൾ, ഓൾ പവർഫുൾ. ഷദ് എന്ന് പറയുമ്പോൾ എ നഴ്സിംഗ് മദർ, ഒരു സ്നേഹിക്കുന്ന, കരുതുന്ന അമ്മ. ഓക്കെ, ഇത് രണ്ടും കൂടെ ചേർത്ത് കോർക്കുന്ന ഭാഗമാണ് എൽ ഷദായ്. അതുകൊണ്ട് അവൻ ഓൾ പവർഫുൾ ആണ്, അവൻ ആദ്യനും അവൻ അന്ത്യനാണ്. പക്ഷെങ്കിൽ അവൻ കരുണയുള്ള
ഒരു അമ്മയാണ്. ഇതെവിടാണ് ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്? ആർക്കെങ്കിലും അറിയാമോ? അറിയത്തില്ലെങ്കിൽ ഞാൻ പറയാം. എവിടാണ് എൽ ഷദ്ദായി ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം. അബ്രഹാമിനോട് വന്നാണ് ദൈവം എൽ ഷദ്ദായി ആയിട്ട് തന്നെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിന്റെ പ്രസക്തി, ഇത് വെളിപ്പാടിന്റെ സ്റ്റഡിയാണെന്ന് എനിക്കറിയാം, പക്ഷെ ഇതൊന്നും മനസ്സിലാക്കണം കേട്ടോ. നമുക്ക് ഒരുപാട് പ്രത്യാശ നൽകുന്ന ഒരു ഭാഗമാണ്. ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? എവിടാണ് ദൈവം വന്ന് എൽ ഷദ്ദായി എന്ന് അബ്രഹാമിനോട് പറയുന്നത്? അതിന്റെ കോണ്ടെക്സ്റ്റ് ഞാനൊന്ന് പറയട്ടെ, പെട്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ. എനിക്ക് ഈ സ്റ്റക്ക് ആകുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവം അനുവദിച്ചാൽ കർത്താവ് വരുന്നതിന് മുമ്പേ നമുക്ക് വെളിപ്പാട് തീർക്കാം. പക്ഷെങ്കിൽ ഇത് പറയാതെ എനിക്ക് പോകാനൊക്കത്തില്ല. 85 വയസ്സായപ്പോൾ അബ്രഹാമും സാറായും കൂടെ തീരുമാനിച്ചു, നമുക്ക് ദൈവത്തെ സഹായിക്കാം. എന്താണ്? ദൈവം വന്ന് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമെ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. എന്നാൽ അബ്രഹാമിന് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ അബ്രഹാമും സാറായും കൂടെ ദൈവത്തെ ഒന്ന് സഹായിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾക്കറിയാം സ്റ്റോറി അല്ലേ? ഹാഗാറുമായി അബ്രഹാമിനൊരു ബന്ധമുണ്ടായി. ഒരു കുഞ്ഞ് ഇഷ്മായേൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ഒരു കുഞ്ഞ് അബ്രഹാമിനുണ്ടായി. അന്ന് ദൈവത്തെ സഹായിക്കാൻ തുടങ്ങിയ പരിപാടി, അന്ന് തുടങ്ങിയ പ്രശ്നമാണ്. ഇന്നും പത്രം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, ഇന്നും അതേ പ്രശ്നമാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അന്ന് അബ്രഹാം തുടങ്ങിയ പ്രശ്നമാണ് ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അബ്രഹാം തലയെ കൈവച്ചിട്ട് പറയും, എൻ്റെ ദൈവമേ, എൻ്റെ കാര്യം തീർന്നു. നീ എന്നോട് വാഗ്ദത്തം പറഞ്ഞതാണ്. ആ വാഗ്ദത്തത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നില്ല. നിന്നെ സഹായിക്കാൻ ഞാൻ ഇടയ്ക്ക്, നമ്മൾ അങ്ങനല്ലേ, ദൈവം നമ്മോട് ചില കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ നമ്മൾ ദൈവത്തെ ഒന്ന് സഹായിക്കാൻ ഇടയ്ക്കൂടെ ഒരു പരിപാടി അങ്ങ് ചെയ്യും അല്ലേ? ഇടയ്ക്കൂടെ ഒരു പരിപാടി സഹായിക്കാൻ പോയതാ. എല്ലാ ദൈവമനുഷ്യരുടെ ജീവിതത്തിലും ഒരു തെറ്റ് വരും. സംഭവിച്ചു. തലയെ കൈവച്ചിട്ടിരിക്കുക, കർത്താവെ തീർന്നോ? കഥയെല്ലാം ഓവറാണോ? അപ്പോൾ ദൈവം വന്ന് 99-ാമത്തെ വയസ്സിൽ അബ്രഹാമിനോട് പറയുന്നു, അബ്രഹാമേ, എൻ്റെ പേര് എൽ ഷദ്ദായ് എന്ന് പറഞ്ഞാൽ, നീ ചിന്തിച്ചു ഇസ്മായിൽ ഉണ്ടായതുകൊണ്ട് കാര്യം തീർന്നു. എന്നെ സംബന്ധിച്ചോളം കാര്യം തീർന്നിട്ടില്ല. നിനക്ക് ഇനിയും ഇസഹാക്ക് ഉണ്ടാകാൻ പോകുകയാണ്. ഇസഹാക്ക് ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, എൻ്റെ പേര് എൽ ഷദ്ദായ്. അസാധ്യമായി 100 വയസ്സാകുമ്പോൾ, നിനക്ക് 100 സെഞ്ചുറി അടിക്കുമ്പോൾ, നീ ഒരിക്കൽ ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ആശയെല്ലാം നഷ്ടപ്പെട്ട് ഇനിയും എനിക്കും സാറായിക്കും കുഞ്ഞുണ്ടാകത്തില്ലെന്നുള്ളത് നീ അതിന് തീർപ്പ് കൽപ്പിച്ചിരിക്കുമ്പോൾ, അബ്രഹാമേ, എൻ്റെ പേര് എൽ ഷദ്ദായ്. അസാധ്യമായ കാര്യം നിനക്ക് വേണ്ടി ഞാൻ സാധ്യമാക്കി തരും. അതുകൊണ്ടാണ് അബ്രഹാമേ, എൻ്റെ പേര് എൽ ഷദ്ദായ് ആണ്. ഐ ലവ് യു ഈവൻ വെൻ യു ഹാവ് ഡ്രോപ്പ് ദ ബോൾ. നിന്റെ ജീവിതത്തിൽ തോൽവി സംഭവിച്ചപ്പോഴും അബ്രഹാമേ, ഞാൻ ഓൾ പവർഫുള്ളും ആണ്, ഞാൻ കരുണയുള്ള ദൈവമാണ്. സോ ഐ എം നോട്ട് ഓൺലി ഓൾ പവർഫുൾ, എനിക്ക് അസാധ്യമായ കാര്യം ചെയ്യാം എന്ന് മാത്രമല്ല, ഞാൻ കരുണയുള്ള ദൈവമാണ്. അതിനകത്ത് നമുക്കുള്ള ദൂത് എന്താണെന്ന് വെച്ചാൽ, പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ജീവിതത്തിൽ തോൽവികൾ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ അനേകം തോൽവികൾ, തിരിഞ്ഞു നോക്കിയാൽ അനേകം തോൽവികൾ. ആദ്യം നല്ലതുപോലെ ദൈവത്തിൽ തുടങ്ങിയതാണ്, അവസാനിക്കുമ്പോൾ ദൈവത്തിൽ തന്നെ അവസാനിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിൻ്റെ നടുവിൽ ഒരുപാട് മെസ്സ് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തു. ഇന്ന് ദൈവം വന്ന് ചെറിയോട് പറയുന്ന ദൂത് എന്നാണെന്നറിയാമോ? ചെറി, ഐ ആം എൽ ഷദ്ദായ് ആൻഡ് ഐ സ്റ്റിൽ ലവ് യു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇന്ന് ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ഇന്നത്തെ ദൂത്. ദിസ് ഇസ് ദ മെസ്സേജ് ഫോർ ടുഡേ. ഐ ആം എൽ ഷദ്ദായ്. ഞാൻ ആദ്യനും അന്ത്യനും മാത്രമല്ല, ഞാൻ എൽ ഷദ്ദായ്. ഐ ആം ദി ഓൾ പവർഫുൾ വൺ ആൻഡ് ഐ ആം ദ വൺ ഹു ഷോസ് മെർസി. അതുകൊണ്ട് അബ്രഹാമേ, ഐ സ്റ്റിൽ ലവ് യു. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫസ്റ്റ് മെൻഷൻ. അത് നമ്മുടെ എല്ലാ വ്യാഖ്യാനങ്ങളും നമ്മൾ ഉപയോഗിക്കണം. ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഒരു വാക്ക് പോലും എടുക്കരുത്. ലുക്ക് അറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഫസ്റ്റ് മെൻഷൻ. അപ്പോൾ ഞാനൊരു ഹെർമന്യൂട്ടിക്കിന്റെ ഒരു കാര്യം കൂടെ ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞ് ഒന്ന് പോയെന്നേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി 9-ാമത്തെ വാക്യത്തിലേക്ക്. അപ്പോൾ നമ്മൾ 2 വാക്യം കഴിഞ്ഞു. ഇനി നമുക്ക് അനേകം വാക്യങ്ങളുണ്ട്. വളരെ സ്പീഡിൽ പോകണം, സമയം മുന്നോട്ട് പോയിരിക്കുകയാണ്. 9-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ, ഐ ജോൺ, യോർ ബ്രദർ ആൻഡ് കമ്പാനിയൻ. ഓക്കെ, ഇവിടെ ഒന്ന് നിർത്തുക കേട്ടോ, ഇവിടെ ഒന്ന് നിർത്തുക. ഐ ജോൺ, യോർ ബ്രദർ. ആരാ യോഹന്നാൻ? ചിന്തിച്ചിട്ടുണ്ടോ ആരാ യോഹന്നാൻ എന്ന്? യേശുവിന്റെ മാർവിൽ ചാരിയ ശിഷ്യൻ, യേശുവിന്റെ അടുത്ത ശിഷ്യൻ, ക്ലോസസ്റ്റ് ടു ജീസസ്. 7 സഭകളുടെ പാസ്റ്റർ, 7 സഭകളുടെ പാസ്റ്റർ, വലിയ അപ്പോസ്തലൻ, ഗ്രേറ്റ് അപ്പോസ്തലൻ അല്ലയോ? അപ്പോസ്തലൻ എന്ന് പേര് കൊടുക്കാൻ പറ്റുന്നത്, ഇന്ന് പലരും അവർക്ക് തന്നെ അപ്പോസ്തലൻ എന്ന് പേരൊക്കെ കൊടുക്കും. അപ്പോസ്തലന്മാർക്ക് പേര് കൊടുക്കാൻ പറ്റിയ ഏതാ? അപ്പോസ്തലൻ. ദൈവം വിളിച്ച് അപ്പോസ്തലൻ, അല്ലാതെ മനുഷ്യൻ ഉണ്ടാക്കിയ അപ്പോസ്തലൻ അല്ല. ഹി ഈസ് എൻ അപ്പോസ്റ്റൽ, the one whom Jesus loved.
യേശു സ്നേഹിച്ച വ്യക്തി തനിക്ക് തന്നെ കൊടുത്ത പേര് കണ്ടോ? എന്താണ് തനിക്ക് തന്നെ കൊടുത്ത പേര്? ഐ ജോൺ യോർ ബ്രദർ. ഞാൻ യോഹന്നാനാണ്, നിങ്ങളുടെ സഹോദരൻ. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടത്തിലും കൂട്ടാളിയായ യോഹന്നാൻ എന്ന ഞാൻ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. The best title that one can have is the title of being a brother. നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. ഇന്ന് പല തലക്കെട്ടുകളുടെ പുറകിൽ പോകുന്ന ആളുകളാണ് അല്ലേ? നമുക്ക് ഒത്തിരി തലക്കെട്ടുകൾ, ഞാൻ അതൊന്നും പറയുന്നില്ല. തന്നെത്താനെ നമുക്ക് വേണ്ടി പല പല പേരുകൾ, ചില തലക്കെട്ടുകളുണ്ട് അല്ലേ? അതിന്റെ പൊസിഷൻ അനുസരിച്ച് പല തലക്കെട്ടുകൾ കൊടുക്കും അല്ലെ? റെവറൻറ്റ് എന്നും ബിഷപ്പ് എന്നും. ഈ യോഹനാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് he could have been called bishop, the most high holy bishop, അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എല്ലാ തലക്കെട്ടുകളും കൊടുക്കണം. അദ്ദേഹം പാസ്റ്റർ ആയിരുന്നു, ലീഡർ ആയിരുന്നു, എഴുത്തുകാരനായിരുന്നു, അദ്ദേഹത്തിനെ പോലെ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾ ആരായിരുന്നു. എന്നാൽ അദ്ദേഹത്തിനെ തന്നെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാ? നിങ്ങളുടെ സഹോദരൻ, യോർ ബ്രദർ. ഞാൻ എപ്പോഴും പറയും, ഒരുപക്ഷെ വലിയ പ്രാസംഗികനാകാൻ ഒത്തു എന്ന് വരത്തില്ല, വലിയ ആകാൻ ഒത്തു എന്ന് വരത്തില്ല, വലിയൊരു സഭയുടെ അച്ഛനോ ഒരു പാസ്റ്ററോ ആകാൻ സാധിച്ചു എന്ന് വരത്തില്ല. ബട്ട് എവ്രി വൺ ക്യാൻ ബി എ ബ്രദർ. എല്ലാവർക്കും ആകാൻ പറ്റുന്ന ഒരു കാര്യം ഒരു സഹോദരൻ. there is no greater title than being a brother. കാരണം യേശു തന്നെ പറഞ്ഞു, I call you my brothers, അല്ലെങ്കിൽ so that he might be the first among many brothers. ബ്രദറൻ വചനമാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ യേശു കർത്താവിന്റെ അനിയൻ അല്ലെങ്കിൽ അനുജൻ, ഇളയ സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നതിനപ്പുറമായിട്ട് അതിനെക്കാട്ടിലും വലിയൊരു പദവി ഉണ്ടോ? So one of the greatest titles that Christians could have is brother and sister. അതുപോലെ വലിയൊരു ടൈറ്റിൽ വേറെ ഒന്നും ഇല്ല. ഞാൻ എപ്പോഴും പറയും, എൻ്റെ പിതാവ് ജോർജ് ചെറിയൻ, അദ്ദേഹം 30 വർഷമായിട്ട് കർത്താവിനെ വിശ്വസ്തമായിട്ട് ഹിസ് ബീൻ സർവിങ് ഗോഡ് ഫെയ്ത്ത്ഫുള്ളി. അനേകം ആളുകൾ, എനിക്ക് തന്നെ, ഞാൻ പല സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ അനേകം ആളുകൾ വന്ന് പറയും കർത്താവിനെ അറിഞ്ഞത് ജോർജ് ചെറിയാൻ സാറിന്റെ പ്രസംഗത്തിലൂടെ, അല്ലെങ്കിൽ പറയും ബാബുച്ചാൻ ഞങ്ങളെ ആത്മീയ പിതാവാണ്, ഹീസ് ആർ സ്പിരിച്വൽ ഫാദർ, ഞങ്ങളെ വളർത്തിയതും. അനേകർ ഇൻ ദ കൺട്രി, അക്രോസ് ദ കൺട്രി, അനേകർ അൺറീച്ച് പീപ്പിൾ ഗ്രൂ, സോ മെനി പീപ്പിൾ ഹാവ് കം ടു നോ ദ ലോർഡ്. കർത്താവിൽ വളരാൻ ദൈവം അദ്ദേഹത്തിന് ഭാഗ്യം കൊടുത്തു. അത് ദൈവത്തിന്റെ കരുണ എന്ന് മാത്രമേ ഉള്ളൂ, അതിനകത്ത് വേറെ ആരും, നോ മാൻ ഷുഡ് ടേക്ക് ക്രെഡിറ്റ് ഫോർ ഇറ്റ്. അതുകൊണ്ട് അനേകർ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കൊടുത്തിട്ടുണ്ട്, ഓണററി ഡോക്ടറേറ്റ്. ഹി വാസ് എ റാങ്ക് ഹോൾഡർ, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ്, ഇങ്ങനെ പല പദവികൾ, ഫൗണ്ടർ, പ്രസിഡന്റ് ഓഫ് മിഷൻസ് ഇന്ത്യ. എപ്പോഴെങ്കിലും ഒന്ന് ചോദിക്കണം, എന്താണ് ഞങ്ങൾ ഇടേണ്ടത് തലക്കെട്ടായിട്ട്? അപ്പോൾ പറയും, ജസ്റ്റ് പുട്ട് ബ്രദർ ജോർജ് ചെറിയാൻ, ബ്രദർ ജോർജ് ചെറിയാൻ. അപ്പൊ ഞാൻ ചിന്തിക്കും, എന്നോട് തന്നെ പറയുന്നത് എത്രയോ നല്ല തലക്കെട്ടാണ് ബ്രദർ. യോഹന്നാൻ പറയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ, ഐ ആം എ കമ്പാനിയൻ ഇൻ യോർ സഫറിങ്. യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമാണ്. ഐ ആം യുവർ ബ്രദർ. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ടൈറ്റിൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് ലെറ്റ് us ഡിസൈഡ് ദാറ്റ് വി വാണ്ട് ടു ബി എ ബ്രദർ ഫസ്റ്റ് ബിഫോർ വി ഗെറ്റ് എനി അതർ ടൈറ്റിൽ. വേറെ ഏത് തലക്കെട്ട് എടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു സഹോദരനാകണം, നമുക്കൊരു സഹോദരിയാകണം. ഇത് നിങ്ങളുടെ മനസ്സിൽ വെക്കണം. സമയമുണ്ടെങ്കിൽ എനിക്ക് അവസാനം ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട്. സമയമുണ്ടെങ്കിൽ, സമയമില്ലെങ്കിൽ അത് ഞാൻ സ്കിപ്പ് ചെയ്യും. ഓക്കെ, സോ ജോൺ ദ ബ്രദർ. രണ്ടാമത് ജോൺ ദ തിയോളോജിയൻ. ഏതാ? പണ്ടത്തെ മാനുസ്ക്രിപ്റ്റ്സ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെളിപ്പാട്, യേശുക്രിസ്തുവിന്റെ ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് റിട്ടൺ ബൈ ജോൺ ദ ഡിവൈൻ. എന്ന് പറഞ്ഞാൽ ജോൺ ദ ഡിവൈൻ എന്ന് പറഞ്ഞാൽ അവന് ദിവ്യത്വം ഉണ്ടെന്നല്ല, നല്ല അറിവുള്ളവൻ, അല്ലെങ്കിൽ അവൻ ഒരു ഹീസ് എ തിയോളോജിയൻ. അതുകൊണ്ടാണ് ദ ഡിവൈൻ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത് ഏർലിയർ മാനുസ്ക്രിപ്റ്റ്സിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. ഐ വാസ് ഓൺ ദി ഐലൻഡ് ഓഫ് പാറ്റ്മസ് ബിക്കോസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. മനസ്സിലായോ? അപ്പോൾ ഒരു കാര്യം പെട്ടെന്ന് പറയാം, ദ വേർഡ് ഇസ് വാട്ട് മെയ്ഡ് ഹൂ ജോൺ വാസ്. യോഹന്നാനെ യോഹന്നാൻ ആക്കി തീർത്ത, ആ വലിയ ആ മനുഷ്യനെ ആക്കി തീർത്തത് വചനമാണ്. ഇറ്റ്സ് ദ വേർഡ് അല്ലേ? എന്നാൽ അദ്ദേഹം പത്മോസിലായതിന്റെ കാരണവും ഈ വചനം തന്നെയാണ്. സോ ഇറ്റ്സ് ദ വേർഡ് ദാറ്റ് മെയ്ഡ് ഹൂ ജോൺ വാസ്. ഇറ്റ്സ് ദ വേർഡ് ദാറ്റ് പുട്ട് ഹിം where he was because of the testimony of Jesus Christ. ഈ വചനത്തിന്റെ പ്രാധാന്യം ഒന്ന് നോക്കണം. 400 തൊട്ട് 600 റെഫറൻസസ് വരെ പഴയ നിയമത്തെക്കുറിച്ച് യോഹന്നാൻ പറയുന്നു. യോഹന്നാന് പഴയ നിയമം എന്ത് തിട്ടമായിരുന്നു എന്നുള്ളത്
ഉള്ള വ്യക്തത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വചനം പഠിക്കുമ്പോൾ വി വോണ്ട് ടു ലേൺ ദ ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് ബേസിൽ ദാനിയൽ പുസ്തകം ഇതേ സമയത്ത് പഠിക്കുന്നത്. വി വോണ്ട് ടു ലേൺ ദ ഓൾഡ് ടെസ്റ്റമെന്റ് ആൻഡ് ദ ന്യൂ ടെസ്റ്റമെന്റ്. നമുക്ക് ആ മുഴുവൻ കൗൺസിൽ ഓഫ് ഗോഡ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ലെറ്റ് മീ ടെൽ യു സംതിങ്. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് അടൂരിൽ നിന്ന് ഒരു അങ്കിൾ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, എനിക്ക് ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ, ഐ വോണ്ട് ഹിയർ ഗോഡ് സ്പീക്ക്. എനിക്ക് ദൈവം സംസാരിക്കുന്നതൊന്ന് കേൾക്കണം. എല്ലാവരോടും ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ദ ഇൻസ്പയർഡ് ആൻഡ് ഇൻഹറന്റ് വേർഡ് ഓഫ് ഗോഡ് ഇസ് ദ പ്രൈമറി മീൻസ് ഓഫ് ഗോഡ് സ്പീക്കിംഗ് ടു ഹിസ് ചിൽഡ്രൻ. ദൈവം തൻ്റെ മക്കളോട് സംസാരിക്കുന്ന ആദ്യത്തെ മുഖാന്തരവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുഖാന്തരവും ദൈവത്തിൻ്റെ വചനം തന്നെ. അത് ഇൻസ്പയർഡ് ആണ്, അത് ഇൻഹറന്റ് ആണ്. അതുകൊണ്ട് ദൈവവചനം വായിക്കുക, ദൈവവചനം ധ്യാനിക്കുക. ഇതിനപ്പുറമായിട്ട് ഇതിൽ വലിയ ഒരു അസറ്റ് ദൈവം നമുക്ക് തന്നിട്ടില്ല. ദ വേർഡ് ഓഫ് ഗോഡ്, ദി അൺചേഞ്ചിങ് വേർഡ് ഓഫ് ഗോഡ്. ചിലർ ഈ യൂത്ത്സിൻ്റെ ഇടയ്ക്കിൽ ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് ശരിയാണ് ദൈവവചനമൊക്കെ ഉണ്ട്, ബട്ട് വി വോണ്ട് ടു ഹിയർ ഗോഡ് സ്പീക്ക്. ഞങ്ങൾക്ക് കേൾക്കണം, അവൻ്റെ ശബ്ദം കേൾക്കണം. യോഹന്നാൻ കേട്ടതുപോലെ അവൻ്റെ ശബ്ദം കേൾക്കണം. അപ്പോൾ ഞാൻ പറയും, ഇഫ് യു വോണ്ട് ടു ഹിയർ ഗോഡ് സ്പീക്ക്, റീഡ് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോൾ അവർ പറയും, ഇല്ലില്ല ഞങ്ങൾക്ക് ഉറക്കെ കേൾക്കണം. സോ ഇഫ് യു വോണ്ട് ടു ഹിയർ ഗോഡ് സ്പീക്ക് ഓഡിബ്ലി, റീഡ് ദ ബൈബിൾ ലൗഡ്ലി. അത്രേ ഉള്ളൂ. അപ്പോൾ ഓഡിബിൾ ആയിട്ട് ദൈവശബ്ദം കേൾക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം ഉറക്കെ വായിക്കുക. അതാണ് അതിന്റെ ആൻസർ. നൗ കംസ് ജോൺ ദ പോയറ്റ്. ഇനി എനിക്ക് പെട്ടെന്ന് പോയാലേ ഒക്കത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. 10ാമത്തെ വാക്യം. ഇനിയുണ്ട് നമുക്ക് 10 വാക്യങ്ങളിലൂടെ. എങ്ങനെ തീർക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും പെട്ടെന്ന്. കർത്തൃ ദിവസത്തിൽ, ദ ഡേ ഓഫ് ദ ലോർഡ്. അതെന്താണ്? ഒരുപക്ഷെ സൺഡേ ആയിരിക്കും. അപ്പോൾ ചിലർ പറയും സൺഡേ വന്നത് കോൺസ്റ്റന്റീൻ കാരണം. സൺഡേ വന്നത് പണ്ട് ആദ്യത്തെ സഭ എങ്ങനെ കൂടിയ, അവർ കൂടിയത് ഞായറാഴ്ചയായിരുന്നു. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അല്ലേ? നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അത് ഏത് ദിവസമാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെങ്കിൽ ഞാൻ പറയുന്നത് ഞായറാഴ്ചയാണ്. ഇപ്പോൾ പറയും കോൺസ്റ്റന്റീൻ ആണ്, അല്ല. ടെർട്ടുലിയൻ എന്ന് പറഞ്ഞ തിയോളജിയൻ 150 വർഷം, കോൺസ്റ്റന്റീൻ ജീവിക്കുന്നതിന് 150 വർഷം മുമ്പ് ജീവിച്ച വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു ആദ്യമ സഭ കൂടിക്കൊണ്ടിരുന്നത് ഞായറാഴ്ച. അത് പോട്ടെ, അത് നമുക്കിപ്പോൾ ഇന്നും വിഷയമല്ല. ഞാൻ ആത്മവിവശനായി, ഹി വാസ് ഇൻ ദ സ്പിരിറ്റ്. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫസോസ്, സ്മിർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്യ എന്ന 7 സഭകൾക്ക് അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പിറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. ഓക്കെ, അപ്പോൾ ജോൺ ദ റെവലേറ്റർ പറയുന്നൊരു കാര്യമാണ്. ഈ ഞായറാഴ്ചയെ കുറിച്ച് ഞാൻ പറയുന്നത് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്കിൽ പൗലോസ് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ പ്രസംഗിക്കുന്ന ഒരു കാര്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ 2-ാമത്തെ നിലയിൽ ഇരുന്ന് പ്രസംഗിക്കുകയാണ്. പൗലോസ് പ്രസംഗിച്ച് വൈകുന്നേരം വരെ പ്രസംഗിച്ചപ്പോൾ ഒരു പയ്യൻ ഉറങ്ങിപ്പോയി കേട്ടോ. യൂത്തിക്കസ് എന്ന് പറയുന്ന ഒരു പാവം പയ്യൻ ഉറങ്ങിപ്പോയി. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, അവൻ ഉറങ്ങി, അവൻ പുറകിലോട്ട് താഴെ വീണ് അവൻ മരിച്ചു. അയ്യോ, എന്തൊരു കഷ്ടമാണെന്ന് ഞാൻ ചിലപ്പോൾ ഓർത്തു. പിന്നെ ദൈവം അവനെ ഉയർത്തി. പക്ഷെങ്കിൽ ഈ ചിലപ്പോൾ ചിലർ എന്നോട് പറയും, എൻ്റെ ബൈബിൾ സ്റ്റഡിയിൽ 1.5 മണിക്കൂറൊക്കെ ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ പറയും ചില നീണ്ടു പോകുന്നു എന്ന് തോന്നുന്നു എന്ന് പറയും. അപ്പോൾ പൗലോസിന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കി, വൈകുന്നേരം വരെ പ്രസംഗിച്ചു എന്നാണ് പറയുന്നത്. ആദ്യ ആഴ്ചവട്ടത്തിൽ എന്താണ് യോഹന്നാൻ കണ്ടത്? പെട്ടെന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. വാട്ട് ഡിഡ് ജോൺ സീ? അപ്പോൾ തിരിഞ്ഞപ്പോൾ 7 പൊൻനിളവിളക്കുകളുടെയും നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തവണ്ണവും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജോൺ ഇസ് ദ പോയറ്റ് അല്ലേ? അവൻ നല്ല ആലങ്കാരിക ഭാഷ ഉപയോഗിക്കുകയാണ്. ഞാൻ ഇങ്ങനെ കണ്ടു, കാരണം ഹീസ് നോട്ട് ഏബിൾ ടു എക്സ്പ്ലെയിൻ. ഇത് എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ആലങ്കാരിക ഭാഷയാണ് എഴുതിയിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഇത് കണ്ടിട്ട് ആളുകൾ കർത്താവിനെ വരയ്ക്കും. എങ്ങനെ? വെളുത്ത തലമുടി, പിന്നെ കണ്ണിനകത്ത് മുഴുവൻ അഗ്നിജ്വാലയുള്ള കണ്ണുകൾ, പിന്നെ വായിൽ നിന്നൊരു വാള് പുറത്തോട്ട് പോകുന്നു. ഈ പടം കണ്ടു കഴിയുമ്പോൾ ഞാൻ തന്നെ പറയും, കർത്താവേ ഇപ്പോഴെങ്ങും നീ വരണ്ട. കാരണം ആ കാഴ്ച കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഇത് ആലങ്കാരികമായ ഭാഷ, ഇറ്റ്സ് ഓൺലി പോയറ്റിക് ലാംഗ്വേജ്. എന്നാൽ ഇതിനകത്ത് 2-3 കാര്യങ്ങൾ, സമയം എല്ലാം എനിക്ക് ചർച്ച ചെയ്യണമെന്നുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് 2-3 കാര്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 25-ാമത്തെ അധ്യായത്തിൽ പൊൻനിളവിളക്കുകളെ കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയായിരിക്കും പൊൻനിളവിളക്കുകൾ? ഈ പൊൻനിളവിളക്കുകളെ കുറിച്ച് പറയുമ്പോൾ വളരെ വ്യക്തമായി പറയുന്നു, ദി കാൻഡിൽ സ്റ്റിക്സ്. അത് ഈ മിനോറ എന്ന് പറയുന്നത് അല്ലേ? ഈ മിനോറ എന്ന് പറയുന്നത് നടുക്ക് അതിൻ്റെ ആ ഗോൾഡ് സ്റ്റാൻഡ് കാണും. എന്നിട്ട് 6 ബ്രാഞ്ചസ് ചുറ്റും.
അപ്പോൾ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം വ്യക്തമായിട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ മീൻസ് ജീസസ് ഇസ് അറ്റ് ദ സെന്റർ. ഈ നിലവിളക്കുകളെ കുറിച്ച് നമ്മൾ പിന്നെ പഠിക്കും. ഇറ്റ് ഇസ് ദ ചർച്ചസ് അല്ലെ, ദ 7 ചർച്ചസ്. ഈ 7 ചർച്ചസിന്റെ എവിടാണ് യേശു ക്രിസ്തു? ഒരു സൈഡിലല്ല, ഒരു നിലവിളക്കിനോട് ചേർന്നല്ല. ഹി ഇസ് അറ്റ് ദ സെന്റർ ഓഫ് ഓൾ ദ ചർച്ചസ്. എല്ലാ ചർച്ചസിന്റെയും നടുക്ക്. ചിലപ്പോൾ ഉണ്ടല്ലോ നമ്മൾ പറയും അവന് ദൈവം ഇന്ന ചർച്ചിനോട് ഇച്ചിരൂടെ ക്ലോസ് ആണ്. നമ്മൾ ഇനിയും സഭകളെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. 7 സഭകളെ കുറിച്ച്, ആസിയയിലെ 7 സഭകൾ. അതൊരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. ആ 7 സെഷൻസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരിക്കലും മിസ് ചെയ്യരുത്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ദൂതാണ് അത് നമുക്ക്. ഇറ്റ്സ് ഫോർ അസ്. അതുകൊണ്ട് അതൊരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. എന്നാൽ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ. നെവർ തിങ്ക് that God or Jesus is closer to one church. ഒരു സംഘടന, ഞാൻ സഭയെന്ന് പറയുമ്പോൾ ഒരു സഭാവിഭാഗം ദൈവത്തോട് കൂടുതൽ അങ്ങ് അടുത്ത് നിന്നിരിക്കില്ല. ശരിയാണ്, ചില സഭാവിഭാഗങ്ങൾ തെറ്റുപഠിപ്പിക്കുന്നുണ്ട്. there are heresies in certain churches. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ ദൈവത്തിന്റെ ജനം എല്ലാ സംഘടനകളിനകത്തും ഉണ്ട്. ദാറ്റ് ഇസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ദ റെമനന്റ് ഓഫ് ജീസസ്. അല്ലേ, യേശു കർത്താവിനെ യഥാർത്ഥമായി സ്നേഹിക്കുകയും യഥാർത്ഥമായി അവനെ അനുസരിക്കുന്ന കൂട്ടം എല്ലാ സഭകളിലും എല്ലാ കമ്മ്യൂണിറ്റീസിലും ഉണ്ട്. അത് ഞാനൊന്ന് പറഞ്ഞു. ചിലപ്പോൾ ചില സഭകളിൽ ചില വീക്ക്നെസ്സസ് കാണും, ചില പ്രശ്നങ്ങൾ കാണും. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് പ്ലീസ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് വി ആർ ഓൾ വൺ ഇൻ ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, യഹൂദൻ എന്നില്ല, യവനെന്നില്ല, ദാസ്യൻ എന്നില്ല, സ്വതന്ത്രൻ എന്നില്ല, എല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നത്രേ. വി ആർ വൺ ഇൻ ക്രൈസ്റ്റ്. അതുകൊണ്ട് ഹി ഇസ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായിരിക്കണം. സോ ദാറ്റ് ഇസ് ദ മെസ്സേജ് വി ഗെറ്റ് ഫ്രം ദാറ്റ്. 15-ാമത്തെ വാക്യം, കാല് ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയായിരുന്നു. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രങ്ങൾ ഉണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ് തലയുള്ള വാൾ. അതായത് ദൈവവചനത്തിനെ കുറിച്ചാണ് പറയുന്നത്. ദ ഷാർപ്നെസ് ഓഫ് ഗോഡ്സ് വേർഡ്. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. കാല് ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. ഹിസ് ഫീറ്റ് were like burning bronze. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇത് പഴയ നിയമത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം. 3 യൗവനക്കാര് ദൈവത്തിന് വേണ്ടി നിന്നു. അവരെ തീയിലിട്ട് കളഞ്ഞു. തീയിലിട്ട് കഴിഞ്ഞപ്പോൾ അവരോർത്ത് ഇപ്പോൾ തീ അവരെ ദഹിപ്പിക്കും. എല്ലാവരും ചുറ്റിൽ നിന്ന് അവരെ തീയിലേക്ക് എറിഞ്ഞവർ പോലും ദഹിച്ചുപോയി. അവരെല്ലാവരും ചുറ്റിൽ നിന്ന് നോക്കുമ്പോൾ ദാ കാണുന്നു. എന്താ അവർ കാണുന്ന കാഴ്ച? അവർ കാണുന്ന കാഴ്ച 3 പേരെ അതിനകത്തിട്ടത്. പക്ഷെങ്കിൽ ആ 3 പേരുടെ കൂടെ വേറൊരുവൻ. അതിനകത്ത് എഴുതിയിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഹി വാസ് ലൈക്ക് ദ സൺ ഓഫ് ഗോഡ്. 4-മതനായി ഇറങ്ങി വന്നവർ അവരെ പോലല്ലായിരുന്നു. ഹി വാസ് ലൈക്ക് ദ സൺ ഓഫ് ഗോഡ്. ആരായിരുന്നു? യേശുക്രിസ്തു. പ്രീ ഇൻകാർണറ്റ് ക്രൈസ്റ്റിന്റെ ഒരു മെൻഷനാണ് അല്ലേ. പഴയ നിയമത്തെ നമ്മൾ നോക്കുമ്പോൾ പ്രീ ഇൻകാർണറ്റ് ക്രൈസ്റ്റ് എല്ലായിടത്തും കാണും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനും. ഐ ആം ദ ബിഗിനിങ് ആൻഡ് ദി എൻഡ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ബിഫോർ എബ്രഹാം വാസ് ഐ ആം. എബ്രഹാം ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ ഉണ്ട്. അവനാൽ സകലവും ഉളവായി. സോ ഹി ഈസ്. അപ്പൊ ഇത് പ്രീ ഇൻകാർണറ്റ് ക്രൈസ്റ്റ്. ആ 3 ബാല്യക്കാര്, ആ 3 ബാലന്മാര് തീക്കകത്ത് കിടന്ന് വെന്തെരിയും എന്ന് ചിന്തിച്ച സമയത്ത് ഒന്ന് ഓർത്തോണം, 4-മനായി ഇറങ്ങി വന്ന ഒരു യേശു. അവന്റെ കാല് ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ തീയിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് നിന്നെ ദഹിപ്പിക്കത്തില്ല. സോ ഇഫ് ദർ ഇസ് സംവൺ ഹു ഈസ് ഗോയിങ് ത്രൂ ഫയറി ട്രയൽസ്, ഒരുപക്ഷെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവൻ ഒരുപക്ഷെങ്കിൽ തീയിൽ നിന്ന് നമ്മെ വിടുവിക്കത്തില്ലായിരിക്കാം. പക്ഷെങ്കിൽ 4-മനായി തീയിൽ ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹി ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ സർക്കംസ്റ്റൻസസ് ഓഫ് ദ വേൾഡ്. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കൊണ്ട് അവന് യാതൊരു കോട്ടവും സംഭവിക്കുന്നില്ല. അവൻ 4-മനായി നമ്മുടെ ഇടയിൽ ഇറങ്ങി വരും. ദാനിയേലിനെ ഒരുപക്ഷെ 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നല്ലോ, ഒരുപക്ഷെ സിംഹത്തിന്റെ കൂട്ടിൽ നിന്ന് വിടുവിക്കത്തില്ലായിരിക്കാം. പക്ഷെങ്കിൽ ആ സിംഹക്കൂട്ടിലേക്ക് ഇറങ്ങി വരുന്നവനും സിംഹങ്ങളുടെ വായ അടയ്ക്കുന്നവനുമാണ് നമ്മുടെ ദൈവം. സോ ബി വെരി ക്ലിയർ ദാറ്റ് ജീസസ് ഹാസ് അതോറിറ്റി ഓവർ എവറിത്തിങ് ദാറ്റ് കംസ് ഇൻ അവർ ലൈഫ്സ്. ഓക്കെ, അത് കഴിയുമ്പോൾ യോഹന്നാൻ തിരിഞ്ഞു നോക്കുകയാണ്. തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ ചിന്തിച്ചത് എന്താ?
ആ ഞാൻ മാറത്ത് കിടന്നുറങ്ങിയവനല്ലേ, ഞാൻ മാറിൽ ചാരിയവനല്ലേ, എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി തിരിഞ്ഞു നോക്കുന്നത് പോലെ തിരിഞ്ഞു നോക്കി. പക്ഷെങ്കിൽ വചനം പറയുന്നു, ഞാൻ ഒരു മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. യു നോ ദ ഓൺലി റെസ്പോൺസ് വെൻ യു സീ ജീസസ് ഫോർ ഹൂ ഹി ഇസ് വർഷിപ്പ്. യേശുവിനെ കാണേണ്ടതുപോലെ കാണുമ്പോൾ ഒറ്റ പ്രതികരണമേ ഉള്ളൂ. ആ പ്രതികരണം എന്താ? ഞാൻ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുക. ഐ വിൽ ഫോൾ ഓൺ മൈ ഫേസ് ആൻഡ് വർഷിപ്പ്. അതുകൊണ്ട് ഇന്ന് വെളിപ്പാട് പുസ്തകം നാം പഠിക്കുമ്പോൾ, വെളിപ്പാട് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ പ്രാർത്ഥന, ഞാൻ ആദ്യത്തെ സെഷനിൽ പറഞ്ഞതുപോലെ, കർത്താവ് എൻ്റെ കണ്ണൊന്ന് തുറക്കണമേ, നിന്നെ കാണേണ്ടതുപോലെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കണ്ണുകൾ, എൻ്റെ ഉൾക്കണ്ണുകളെ നീ ഒന്ന് തുറക്കണം. ലോർഡ്, ഐ വോണ്ട് ടു സീ യു ഫോർ ഹൂ യു ആർ. നീ ആരായിരിക്കുന്നു? എൻ്റെ മനസ്സിലെ ഒരു ഇമാജിനേഷനെ കാണാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ വചനത്തിൽ നീ എങ്ങനെ നിന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു, അങ്ങനെ തന്നെ നിന്നെ മഹത്വീകരിച്ച് കാണുവാൻ നീ എന്നെ സഹായിക്കണമേ. ഓപ്പൺ ആർ ഐസ്. എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കാര്യം നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അവർ യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്തു, യേശുവിനോട് സംസാരിച്ചു. അവരുടെ ഹൃദയം കത്തി, അല്ലേ? അവരുടെ ഉള്ളു കത്തി എന്നാണ് പറയുന്നത്. ദെയർ ഹാർട്ട്സ് ബേൺഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഉള്ളു കത്തിയെങ്കിലും ഇവൻ ആരാന്ന് മനസ്സിലായില്ല. അവസാനം വചനം പറയുന്നു, അവരുടെ കണ്ണുകൾ തുറന്നപ്പോൾ ആര് അവരുടെ കൂടെ നടന്നു എന്ന് അവർക്ക് മനസ്സിലായി. When their eyes were opened, they understood who was with them all this while. അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ, ഒരുപക്ഷെ ഈ പാപത്തിൻ്റെ അന്ധകാരം കാരണം പല കാഴ്ചകളും മങ്ങിപ്പോയി. യേശുക്രിസ്തുവിൻ്റെ മനോഹാരിത ഒരുപക്ഷെ പണ്ട് ശരിക്കും കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് ജീസസ് ഇസ് നോട്ട് ബ്യൂട്ടിഫുൾ എനിമോർ. എനിക്ക് വേറെ പലതുമാണ് എൻ്റെ കണ്ണുകൾക്ക് ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നത്. ദ തിങ്സ് ഓഫ് ദ വേൾഡ് ലുക്ക് ബ്യൂട്ടിഫുൾ ടു മീ. അതുകൊണ്ട് നാം ഇന്ന് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, കർത്താവെ, എൻ്റെ ഉൾക്കണ്ണുകളെ ഒന്ന് തുറക്കണമേ. ഐ വോണ്ട് ടു സീ യു ഫോർ ഹൂ യു ആർ. അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. ഓൺലി റെസ്പോൺസ് ടു സീയിങ് ജീസസ്. ഇതുവരെ യേശുവിൻ്റെ കൂടെ എന്താ പറയേണ്ടത്, ദോസ്തായിട്ട് നിന്ന യോഹന്നാൻ, തോളത്ത് കൈവിട്ട് നടന്നവൻ, യേശുവിനെ കാണേണ്ടതുപോലെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ സാഷ്ടാംഗം വീണ് മരിച്ചവനെ പോലെ വീണു. പിന്നെ പറയുന്നു 18-ാമത്തെ വാക്യം, ഞാൻ മരിച്ചവനായിരുന്നു. അപ്പോൾ പറയാണ്, യോഹന്നാനെ, നീ ഭയപ്പെടരുത്. യോഹന്നാനെ, ഡോണ്ട് വറി, ഡോണ്ട് ബി സ്കേർഡ്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. എന്താണ് ഉറപ്പ്? വൈ ഡസ് ദിസ് ചാപ്റ്റർ 1 സ്റ്റാർട്ട് വിത്ത് സച്ച് എ ഗ്ലോറിയസ് എക്സ്പ്ലനേഷൻ ഓഫ് ക്രൈസ്റ്റ്? അതിൻ്റെ കാരണം, ആ ക്ലൈമാക്സ് തുടങ്ങുന്നതിൻ്റെ കാരണം, യേശു പറയാ, ഭയപ്പെടേണ്ട. മനുഷ്യൻ അവസാനം ഏറ്റവും ഭയക്കുന്നത് മരണമാണ്. ഏതൊക്കെ ഭയമാണ്, ഇപ്പൊ കൊറോണ എന്ന് പറഞ്ഞാലും വേറെ എന്ത് ഭയമാണെന്ന് പറഞ്ഞാലും ചുരുക്കത്തിൽ അവൻ ഏറ്റവും ഭയക്കുന്നത് മരണമാണ്. യോഹന്നാനെ, ഭയപ്പെടണ്ട, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോല് എൻ്റെ കയ്യിൽ. ഡോണ്ട് വറി, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലാണ്. ഞാനൊരു കാര്യം പറഞ്ഞു, കുറച്ച് നാളുകൾ 2018 തോന്നുന്നു, ഇറ്റ്സ് ഈദർ 2018 or 2019, ജനുവരി മാസത്തിൽ ഒരാഴ്ചയുടെ ഗ്യാപ്പിലാണ് ബില്ലി ഗ്രഹാം മരിച്ചത്. ശ്രീദേവി, അതായത് ബില്ലി ഗ്രഹാമും ശ്രീദേവിയും, ദേ പാസ്ഡ് അവേ ഇൻ എ ഗ്യാപ്പ് ഓഫ് അറൌണ്ട് 1 വീക്ക്. ഒരാഴ്ചയുടെ ഒരു ഗ്യാപ്പിലാണ് മരിച്ചത്. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് ശ്രീദേവി തൻ്റെ ഡയറിയിൽ എഴുതിയ ഒരു കാര്യം, ഞാൻ ഏറ്റവും ഭയക്കുന്നത് മരണത്തെയാണ്, കാരണം ഇത് കഴിഞ്ഞ് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഐ ഫിയർ ഡെത്ത് ബിക്കോസ് ഐ ഡു നോട്ട് നോ വാട്ട് ലൈസ് എഹെഡ് ബിയോണ്ട് ഡെത്ത്. മരണം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, സോ ഐ ആം സ്കേർഡ്. മരിക്കുന്നതിന് മുമ്പ് അതേ സമയത്ത് ബില്ലി ഗ്രഹാം തൻ്റെ ഡയറിയിൽ ഒരു കാര്യം എഴുതി. അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്, One day you will hear that Billy Graham has died. ഒരു ദിവസം നിങ്ങൾ കേൾക്കും, പത്രത്തിലൂടെ ആണെങ്കിലും മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കേൾക്കും, ബില്ലി ഗ്രഹാം മരിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയും, ഡോണ്ട് ബിലീവ് എ വേർഡ്. നിങ്ങൾ ഒരു വാക്ക് പോലും വിശ്വസിച്ചേക്കരുത്. ഐ വുഡ് ഹാവ് ഓൺലി ചേഞ്ച്ഡ് മൈ അഡ്രസ്. ഞാൻ എൻ്റെ അഡ്രസ് ഒന്ന് മാറ്റി എന്ന് മാത്രം. ഒരു ഭക്തന്റെ പ്രത്യാശ എന്താണെന്നറിയാമോ? ഞാൻ ഇപ്പോൾ ഈ ദേഹം വിട്ടുപോകുമ്പോൾ ക്രിസ്തുവിനോട് കൂടെ, ദ മൊമെന്റ് ഐ ഡൈ ഐ വിൽ ബി വിത്ത് മൈ ജീസസ്. കാരണം അവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചു. ഹി വൺ ദ വിക്ടറി. ആദാം നിമിത്തം വന്ന പാപം, ആദാം നിമിത്തം വന്ന മരണത്തെ അവൻ ജയിച്ചു.
ഇപ്പോൾ അവന്റെ കയ്യിലാണ് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ. അതുകൊണ്ട് പൗലോസിനോട് ചേർന്ന് നമുക്ക് പറയാം, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള. എന്തുമാത്രം കോൺഫിഡൻസ്. വി ഡോണ്ട് ഹാവ് ടു ബി ഫിയർഫുൾ ഓഫ് ഡെത്ത് ബിക്കോസ് our Lord has conquered the death and Hades. നമുക്ക് ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഓക്കെ, ഇനി ഈ ഒരു കാര്യം കൂടെ അവസാനത്തെ ഭാഗത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇതും കൂടെ പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുന്നു. ഇവിടാണ് ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ സഭയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ഉണ്ടാകുന്ന ഭാഗം ഇവിടാണ് തുടങ്ങുന്നത് കേട്ടോ. അതുകൊണ്ട് കോൺട്രവേഴ്സിയിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ സമയമുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസറിന്റെ ടൈമിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. സമയമുണ്ടെങ്കിൽ ഐ ജസ്റ്റ് ടേക്ക് 5 to 8 minutes ഇത് കഴിഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞ്. ദ ക്രോണോളജി ഇൻ ദ ബുക്ക് ഓഫ് റെവലേഷൻ, എനിക്ക് തോന്നുന്നു ക്രിസ് ആണോ ആരാണ് ചോദിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ റെവലേഷന്റെ സ്റ്റഡിയിൽ ഇസ് ദിസ് റിട്ടൺ ഇൻ ക്രോണോളജി, ഈ വെളിപ്പാടിന്റെ പുസ്തകം ക്രോണോളജിക്കലായിട്ടാണോ എഴുതിയിരിക്കുന്നത്? ഐ ബിലീവ് ദാറ്റ് എ ലോട്ട് ഓഫ് ഇറ്റ് ഇസ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ കേട്ടോ. അധികവും ക്രോണോളജിക്കൽ ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതിനകത്ത് 19ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതുന്നു. ഇത് നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു നല്ല ഔട്ട്ലൈൻ ആണ്, പല കാര്യങ്ങളും മനസ്സിലാക്കാൻ നല്ലൊരു ഔട്ട്ലൈൻ ആണ്. യോഹന്നോട് യേശു പറയുന്നു, നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനിയും സംഭവിപ്പാനിരിക്കുന്നതും എഴുതുവീൻ. എന്താണ് എഴുതേണ്ടത്? നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനിയും സംഭവിക്കാനിരിക്കുന്നതും നീ എഴുതുക. റൈറ്റ് therefore what you have seen, കഴിഞ്ഞത്. ഓക്കെ, what is now and what will take place later, ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് എഴുതുക. അപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലായി ഇതിനകത്തൊരു ഔട്ട്ലൈൻ കിടപ്പുണ്ട്, നല്ലൊരു ഔട്ട്ലൈൻ. എന്താണ് ഔട്ട്ലൈൻ? ഞാൻ ഇപ്പോൾ പറയാൻ പോവുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. 2 സൈഡേ ഉള്ളൂ, ശ്രദ്ധിച്ച് കേൾക്കുക. വാട്ട് ഇസ് ദ ഔട്ട്ലൈൻ ഓഫ് ദ ബുക്ക് ഓഫ് റെവലേഷൻ? ഒന്ന്, കഴിഞ്ഞു പോയത് വാട്ട് യു ഹാവ് സീൻ. എന്താണ് കണ്ടത്? 1ാമത്തെ അധ്യായം, ചാപ്റ്റർ 1 ഇസ് വാട്ട് യു ഹാവ് സീൻ. എന്താണ് 1ാമത്തെ അധ്യായത്തിൽ? യേശു കർത്താവ് ഗ്ലോറിഫൈഡ്, ജീസസ് ഗ്ലോറിഫൈഡ്, മാർത്ത് പൊൻകച്ച ധരിച്ചവൻ, ജീസസ് ഗ്ലോറിഫൈഡ്. അതാണ് 1ാമത്തേത്, വാട്ട് യു ഹാവ് സീൻ. വാട്ട് ഇസ് നൗ, ഇപ്പോൾ ഉള്ളത്. എന്താണ് ഇപ്പോൾ ഉള്ളത്? 2ഉം 3ഉം അധ്യായങ്ങൾ. എന്താണ് 2ഉം 3ഉം അധ്യായത്തിൽ? 7 സഭകൾ, 7 സമയങ്ങൾ വ്യക്തമായി അതിനകത്ത് എഴുതിയിരിക്കുന്നു. ഓക്കെ, ഇതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കഷൻ ഉണ്ടാക്കാം, പിന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ഡിസ്കഷൻ ഉണ്ടാകുന്നു. ഞാൻ എൻ്റെ കാഴ്ചപ്പാട് പറയുന്നു. 2nd and 3rd chapter is chronologically the 7 stages of the churches and the 7 churches during that time itself. The church era, അല്ലേ? നിങ്ങൾ ഇപ്പോൾ കണ്ടതും ഇപ്പോൾ ഉള്ളതും. So what you have seen, Jesus glorified, chapter 1. What is now? The time of the church, അല്ലേ? Chronologically the 7 stages of the church. 2ഉം 3ഉം അധ്യായം. ഇനിയും സംഭവിപ്പാനുള്ളത്. എന്താണ് ഇനിയും സംഭവിപ്പാനുള്ളത്? ഒന്ന് നോക്കിക്കേ. വാട്ട് വിൽ ടേക്ക് പ്ലേസ് ലേറ്റർ. ഇനിയും സംഭവിക്കാവുന്നത് 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ. 4 to 22 is what is going to take place later. അപ്പോൾ 1ാമത്തെ അധ്യായം വാട്ട് യു ഹാവ് സീൻ, 2ഉം 3ഉം അധ്യായം വാട്ട് ഇസ് നൗ, ഇപ്പോൾ സംഭവിക്കുന്നത്. 4 തൊട്ട് 22 വരെയുള്ള ഭാഗമാണ് ഇനിയും അതാണ് എല്ലാവർക്കും താല്പര്യം കേട്ടോ. എനിക്ക് ഏറ്റവും താല്പര്യമുള്ളത് അവസാനത്തെ 2 ചാപ്റ്ററും ആദ്യത്തെ 3 ചാപ്റ്ററും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നടുക്ക് സംഭവിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. 4 മുതൽ 22 വരെയുള്ളതാണ് വാട്ട് വിൽ ടേക്ക് പ്ലേസ്, ഇനിയും വരാൻ പോകുന്നത്. അത് നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഈ ഔട്ട്ലൈൻ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണ് റെവലേഷൻ നമുക്ക് പഠിക്കാൻ. 4ഉം 5ാമത്തെയും അധ്യായം, ദ ചർച്ച് ഇൻ ഹെവൻ, റാപ്ചർ. ഞാനൊരു പ്രീ ട്രിബുലേഷൻ വ്യൂ ആണ് എനിക്കുള്ളത്. നിങ്ങൾക്ക് പോസ്റ്റ് ട്രിബുലേഷൻ ആണെങ്കിലും യാതൊരു പ്രശ്നവുമില്ല. നമ്മുടെ ജീവനും ഭക്തിയെയും അത് യാതൊരു വിധത്തിലും ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും പറയാം. 4 and 5, ദ ചർച്ച് ഇസ് വിത്ത് ക്രൈസ്റ്റ്. യേശുവിനോട് കൂടെ ആണ് സഭ. കർത്താവിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും അവനോട് കൂടെയായിരിക്കും. 6 തൊട്ട് 19 വരെയുള്ള അധ്യായമാണ് മഹാ ഉപദ്രവകാലം, ദ ഗ്രേറ്റ് ട്രിബുലേഷൻ. ഗോഡ് പോഴ്സ് ഔട്ട് ഹിസ് wrath on an unbelieving, Christ rejecting world. അതാണ് വലിയ ക്രോധം, ദൈവക്രോധം ജ്വലിക്കുന്ന ഒരു മഹാ ഉപദ്രവകാലമാണ് 6 മുതൽ 19 വരെയുള്ള വാക്യം. 19ാമത്തെ അധ്യായത്തിൽ യേശുദാ വീണ്ടും അർമ്മഗോന്തോൻ യുദ്ധത്തിലേക്ക് വരുന്നു. നാമും അവനോട് കൂടെ മണവാട്ടി സഭയായി തിരിച്ചു വരികയാണ്. നാം യേശുവിനോട് കൂടെ we are coming along with him in chapter 19. യേശു he sets up his kingdom. അർമ്മഗദോൻ യുദ്ധത്തിൽ അവൻ ജയിക്കുന്നു, നാം അവനോട് കൂടെ ജയിക്കുന്നു. 20ാമത്തെ അധ്യായം ആണ് ദ മില്ലേനിയം, അല്ലെ? 1000 സംവത്സരം, 1000 സെൽവർ, ദ കിങ്ഡം ഏജ്. നാം അവനോട് കൂടെ ഈ ഭൂമിയിൽ വാഴും. 21ാമത്തെ അധ്യായവും 22ാമത്തെ അധ്യായവും സാത്താനെ അവൻ ബന്ധിക്കുന്നു. പിന്നെ പുതിയ ആകാശവും പുതിയ ഭൂമിയും. എന്നിട്ട് അവസാനിക്കുന്നത് എങ്ങനെയാണ്? നാമും കർത്താവും വി ഷൽ ലിവ് ഹാപ്പിലി എവർ ആഫ്റ്റർ. ഒരു നല്ല മൂവി തീരുന്നത് പോലെ വി ഷൽ ലിവ് ഹാപ്പിലി
എവർ ആഫ്റ്റർ. ഇതാണ് ഔട്ട്ലൈൻ. ഈ ഔട്ട്ലൈൻ മനസ്സിലായാൽ എന്ത് എളുപ്പമാണെന്നറിയോ വെളിപ്പാട് പഠിക്കാൻ. ഒന്നാമത്തെ അധ്യായം വാട്ട് യു ഹാവ് സീൻ, 2-3 അധ്യായം വാട്ട് ഇസ് നൗ, സഭയുടെ യുഗം. അത് കഴിയുമ്പോൾ 4 മുതൽ 22 വരെയുള്ള അധ്യായത്തിൽ ഇനിയും വരുവാനുള്ള കാര്യങ്ങൾ. ആ കാര്യങ്ങൾ 4-5 അധ്യായത്തിൽ സഭ യേശുവിനോട് കൂടെ കം അപ്പ് ഹിയർ മെറ്റോ ടോട്ട, ഇതിനെക്കുറിച്ചൊക്കെ 4-ാമത്തെ അധ്യായത്തിൽ ഞാൻ വ്യക്തമായി പറയുന്നതായിരിക്കും. 6 മുതൽ 19 അധ്യായം വരെ മഹാഉപദ്രവകാലം, ദ ഗ്രേറ്റ് ട്രിബുലേഷൻ. ചാപ്റ്റർ 19 ജീസസ് ഇസ് കമ്മിങ് ഡൗൺ, ട്രിബുലേഷൻ ഇസ് കമ്മിങ് ടു എ ക്ലോസ്, അർമഗദോൻ യുദ്ധം. 20-ാമത്തെ അധ്യായം ദ മില്ലേനിയം, അല്ലെ 1000 വർഷക്കാലം നാം കർത്താവിനോടുകൂടെ ഈ ഭൂമിയിൽ വാഴും. 21 ഈ കള്ള സാത്താനെ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞു, കള്ള സാത്താനെ ബന്ധിച്ച് അവനെ എന്നേക്കുമായിട്ട് തള്ളിയിടും. then there will be a new heavens and new earth, പുതിയ ആകാശവും പുതിയ ഭൂമിയും, നാം കർത്താവിനോട് കൂടെ യുഗായുഗമായി സന്തോഷത്തോടെ we shall live happily ever after. That is the outline of Revelation. Very very simple and very very easy. Okay, ഞാൻ 20-ാമത്തെ വാക്യം കൂടെ പറഞ്ഞോട്ടെ, കാരണം നമ്മുടെ ആ ഒരു വാക്യം മാത്രം പെൻഡിങ് വെക്കണ്ട. നിങ്ങളുടെ പേഷ്യൻസിനായിട്ട് ഞാൻ ഐ എം ഗോൺ ടു താങ്ക് യു. ബട്ട് എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്കുകൾ 7 സഭകൾ ആകുന്നു എന്ന് കൽപ്പിച്ചു. കാൻഡിൽ സ്റ്റിക്സ് ആർ ദ ചർച്ചസ് ആൻഡ് ദ സ്റ്റാർസ് ആർ സഭകളുടെ ദൂതന്മാർ എന്ന് പറഞ്ഞാൽ മൂപ്പൻ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ പാസ്റ്റർ അല്ലെങ്കിൽ ദ പേഴ്സൺ ഹൂസ് റെസ്പോൺസിബിൾ. അപ്പോൾ ഞാൻ അതിനോട് ചേർന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, ആരാണ് നക്ഷത്രങ്ങൾ? ദാനിയേൽ 12:3. അതുകൊണ്ടാണ് നമ്മൾ ദാനിയേൽ പുസ്തകം പഠിക്കുന്നത്. നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. ഒരു നക്ഷത്രമാകണോ? യേശുവിന്റെ കയ്യിൽ ഒരു നക്ഷത്രമാകണോ? നീതിയിലേക്ക് തിരിക്കുക. ഷെയർ ദ ഗോസ്പൽ. ദാറ്റ് ഇസ് ഹൗ വി ഷൈൻ ഫോർ ജീസസ്. യേശു കർത്താവിന് വേണ്ടി നാം ഷൈൻ ചെയ്യുന്ന, പ്രകാശിക്കുമ്പോൾ നാം നക്ഷത്രങ്ങളെ പോലാകും. അതുകൊണ്ട് ഈ സമയത്തിൽ വാട്ട് ഷുഡ് വി ഡു ഇൻ ദ മീൻ ടൈം? വി ഷുഡ് ഷൈൻ ലൈക്ക് സ്റ്റാർസ്. നാം ആളുകളോട് സുവിശേഷം പറയണം, കർത്താവിൻ്റെ സുവിശേഷം പറയണം. അതുകൊണ്ടാണ് ഒരു മാന്യദേഹം ഇപ്രകാരം പറഞ്ഞു, ഇഫ് വി ഡു നോട്ട് ഇവാഞ്ചലൈസ് വി ഷാൽ ഫോസലൈസ്. സുവിശേഷം നാം അറിയിക്കുന്നില്ല എങ്കിൽ നാം ഒരു കാരണവശാലും ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം മുന്നേറത്തില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കഴിഞ്ഞ ആഴ്ച ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞോ? ഫോണിലൂടെങ്കിലും, ഒരു മെസ്സേജിലൂടെങ്കിലും? ഡിഡ് വി ഷെയർ ദ ഗോസ്പൽ, ദ ഗുഡ് ന്യൂസ്? അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, സുവിശേഷം പറയുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. വോ അൺടു മീ, വോ അൺടു മീ. അവർ വിശ്വസിച്ചോ എന്നുള്ളതല്ല, സുവിശേഷം അവരോട് പറഞ്ഞോ എന്നുള്ളതാണ്. അതുകൊണ്ട് ഓർത്തോണം, വി ആർ ഓൺലി സ്റ്റാർസ്, വി ആർ നോട്ട് സൂപ്പർ സ്റ്റാർസ് കേട്ടോ. നമ്മൾ നക്ഷത്രങ്ങളാണ്, ബട്ട് വി ആർ നോട്ട് സൂപ്പർ സ്റ്റാർസ്. ജീസസ് ക്രൈസ്റ്റ് ഇസ് ദി ഓൺലി സൂപ്പർ സ്റ്റാർ. ഓക്കെ, അങ്ങനെ നമ്മൾ 20-ാമത്തെ വാക്യത്തും 1-ാമത്തെ അധ്യായം നമ്മൾ ചെയ്ത് തീർത്തു. എനിക്ക് നിങ്ങളുടെ പേഷ്യൻസിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് പറയാൻ നിങ്ങൾ എനിക്കൊരു 5 minutes തരുമെങ്കിൽ ഐ വുഡ് ബി റിയലി റിയലി ഗ്രേറ്റ്ഫുൾ. ഈ കോൺട്രവേഴ്ഷ്യൽ കാര്യങ്ങൾ വരുമ്പോൾ ഹൗ ഷുഡ് ബി ഹാൻഡിൽ, അതൊന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗിവ് മീ 5 minutes, ഐ വിൽ നോട്ട് ടേക്ക് മോർ ദാൻ 5 minutes. അത് കഴിഞ്ഞിട്ട് നമുക്ക് Q&A പോകാം. ഹൗ ഡു വി ഹാൻഡിൽ കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻസ്? ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരു പ്രീ ട്രിബുലേഷൻ വ്യൂ നിങ്ങളോട് പറഞ്ഞു. പോസ്റ്റ് ട്രിബുലേഷൻ വ്യൂ ഉള്ളവരുണ്ടായിരിക്കും. ഞങ്ങളുടെ തിരുവല്ല ബൈബിൾ സ്റ്റഡിയിൽ വരുന്നവർക്കറിയാം, ഒരു കൂട്ടർ പ്രീ ട്രിബുലേഷൻ ആണ്, ഒരു കൂട്ടർ പോസ്റ്റ് ട്രിബുലേഷൻ ആണ്, ഒരു കൂട്ടർ അത് രണ്ടുമല്ല, മിഡ് ട്രിബുലേഷൻ, പ്രീ റോത്ത്, അങ്ങനെയുള്ള ഒരു പുള്ളിയുണ്ട് കേട്ടോ. മിഡ് ട്രിബുലേഷൻ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ വചനം ഒരുമിച്ച് പഠിക്കുന്നു. ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ ചർച്ച ചെയ്യും, പക്ഷെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. കാരണം 7 വർഷത്തെ ഒരു ഇടവേളയാണെങ്കിൽ, ഞാൻ പ്രീ ട്രിബുലേഷൻ വിശ്വസിക്കുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ചാപ്റ്റേഴ്സ് 4-19 സഭയെക്കുറിച്ചൊന്നും ഒരു ഭാഷം പോലും രേഖപ്പെടുത്തിയിട്ടില്ല, പല പല കാരണങ്ങൾ. പക്ഷേ പോസ്റ്റ് ട്രിബുലേഷൻ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാം. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, പ്രീ ട്രിബുലേഷൻ നാം വിശ്വസിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ ആ റാപ്ചറിൻ്റെ ടൈമിൽ നാം എല്ലാവരും, നിങ്ങൾ പോസ്റ്റ് ട്രിബുലേഷൻ ആണെങ്കിലും ഞാൻ പ്രീ ട്രിബുലേഷൻ ആണെങ്കിലും നമ്മൾ ഒരുമിച്ച് എടുക്കപ്പെടും. അല്ല, പോസ്റ്റ് ട്രിബുലേഷനിലാണ് സംഭവിക്കുന്നതെങ്കിൽ നാം എല്ലാവരും ഒരുമിച്ച് ഈ മഹാഉപദ്രവത്തിലൂടെ കടന്നു പോകും. അല്ലാതെ ഇതിനകത്ത് യാതൊരു വ്യത്യാസവുമില്ല. 7 വർഷത്തെ ഗ്യാപ്പിന്റെ വ്യത്യാസമേ ഉള്ളൂ. നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ഭക്തിയും ഇത് യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല എന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ കാണുന്നത് കൊണ്ട് എനിക്കറിയാം, ഇത് നമ്മുടെ ഫെലോഷിപ്പിനെയും ബാധിക്കേണ്ട കാര്യമില്ല. വി ഷുഡ് നോട്ട് ബി അഫക്റ്റഡ് ബൈ ഇറ്റ്. 2 ആറ്റിറ്റ്യൂഡ്സ്. ഐ എം യുവർ ബ്രദർ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ഒരു ഭാഗം ധ്യാനിക്കാൻ നല്ലൊരു പോർഷനാണ്. യോഹന്നാൻ പറയുന്നു ഐ എം യുവർ ബ്രദർ. അപ്പോൾ ഈ ഹിസ്റ്റോറിക്കലി 2 തിങ്കിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടല്ലോ, ഞാൻ പറയുന്നത് ആർഗ്യുമെന്റ്സ് ഉണ്ടായിട്ടുള്ളത്. അതിലൊരു കാര്യം കാൽവിനിസം വേഴ്സസ് അർമിനിയസം, അല്ലേ?
അവിടാണ് വലിയൊരു റിഫ്റ്റ്. ഇന്നത്തെ കാലത്തും ഒരുപാട് പാശ്ചാത്യ സഭകളിൽ പ്രത്യേകിച്ച് ഒരുപാട് റിഫ്റ്റ് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ആർ യു അർമീനിയൻ ഓർ ആർ യു കാൽവിനിസ്റ്റിക്. എന്നാൽ ഈ ജക്കോബസ് അർമീനിയസും ജോൺ കാൽവിനിന്റെ രണ്ട് ഇതിൽ തത്വങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ജക്കോബസ് അർമീനിയസ് ജോൺ കാൽവിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് ഒന്ന് ശ്രദ്ധിക്കണം. അവരുടെ അനുയായികൾ തമ്മിൽ വലിയ തല്ലും എന്തുമാത്രം വഴക്കുകളും ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്, എൻ്റെ സ്നേഹിതർ തല്ലുന്നത്. എന്നാൽ ജേക്കബസ് അർമീനിയസ് ജോൺ കാൽവിനെ കുറിച്ച് എഴുതിയതൊന്ന് വായിക്കണം. ഇൻ ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ സ്ക്രിപ്റ്റേഴ്സ് കാൽവിൻ ഇസ് ഇൻകോംപറബിൾ. കാൽവിന് തുല്യം ചൊല്ലാൻ ആരുമില്ല. His commentaries are most to be valued than anything that is handed down to us in the writings of the fathers. ഏത് റൈറ്റിംഗ്സിനെക്കാട്ടിലും നിങ്ങൾ വില കൊടുക്കേണ്ടത് കാൽവിന്റെ റൈറ്റിംഗ്. ഐ കൺസീഡ് ടു ഹിം എ സർട്ടൻ സ്പിരിറ്റ് ഓഫ് പ്രോഫസി ഇൻ വിച്ച് ഹി സ്റ്റാൻഡ്സ് ഡിസ്റ്റിംഗ്വിഷ്ഡ് അബവ് അതേഴ്സ്, അബവ് മോസ്റ്റ്, ഇൻഡീഡ് അബവ് ഓൾ. ഒരു പക്ഷെങ്കിൽ കാൽവിന് തുല്യം ചൊല്ലാനോ അവന് തുല്യം വെക്കാൻ ഒരു തിയോളോജിയനും എൻ്റെ അറിവിൽ എനിക്കില്ല. ഇവർ രണ്ടുപേരും കൂടാണ് രണ്ട് ഡിഫറെന്റ് കാഴ്ചപ്പാടുകൾ. ആദ്യം റീജനറേഷൻ ആണോ വരുന്നത്, ആദ്യം ഫെയ്ത്ത് ആണോ വരുന്നത്? എങ്ങനെ? ഇപ്പൊ എൻ്റെ സ്നേഹിതൻ അലക്സ്, അദ്ദേഹം ഈ കോളിലുണ്ട്. ഹി ഹാസ് എ സ്ലൈറ്റ്ലി ഡിഫറെന്റ് വ്യൂ ദാൻ ഐ ഹാവ്. എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ദർ ഇസ് നോ പ്രോബ്ലം. ഐ ജോൺ യുവർ ബ്രദർ. ചില കോൺട്രഡിക്ഷൻസ് വരുമ്പോൾ നാം സ്നേഹത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കണം. രണ്ടാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ജോർജ് വിറ്റ്ഫീൽഡ് വേഴ്സസ് ജോൺ വെസ്ലി. ഇതുപോലെ തന്നെ രണ്ട് കാഴ്ചപ്പാടുണ്ടായിരുന്ന, രണ്ട് കർത്താവിന് വേണ്ടി എരിഞ്ഞു ശോഭിച്ച രണ്ട് ദൈവമക്കൾ, ഒരാൾ US, ഒരാൾ യൂറോപ്പിൽ, കർത്താവിന് വേണ്ടി റിയലി ബേൺ ബ്രൈറ്റ് ഫോർ ദ ലോർഡ് ജീസസ്. അപ്പോൾ എന്നാൽ അവർ തമ്മിൽ വലിയ ഒരു തിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം ചിന്തിക്കും, അയ്യോ ഭയങ്കര പ്രശ്നമായിരുന്നു. ജോർജ് വിറ്റ്ഫീൽഡ് ജോൺ വെസ്ലിയെ കുറിച്ച് പറയുന്ന ഒന്ന് വായിക്കുക കേട്ടോ. 1770, ദി ഇയർ ഓഫ് ഹിസ് ഡെത്ത്, വിറ്റ്ഫീൽഡ് ചാൾസും ജോൺ വെസ്ലിയും, അവർ രണ്ട് സഹോദരന്മാർ, ചാൾസിനെ അഭിസംബോധന ചെയ്തത് ഇങ്ങനെയാണ്: മൈ വെരി ഡിയർ ഓൾഡ് ഫ്രണ്ട്, എൻ്റെ പഴയ സ്നേഹിതൻ. ആൻഡ് ഡിസ്ക്രൈബ് ജോൺ വെസ്ലിയെ കുറിച്ച് പറഞ്ഞത് യോർ ഓണേർഡ് ബ്രദർ. യോർ ഓണേർഡ് ബ്രദർ, സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ അവൻ എന്ത് മാന്യമായിട്ടാണ് അവരെ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇൻ ടോക്കൺ ഓഫ് മൈ ഡിസോൾവബിൾ യൂണിയൻ വിത്ത് ദം ഇൻ ഹാർട്ട്. എന്ന് പറഞ്ഞാൽ എനിക്ക് അവരുമായിട്ടുള്ള എൻ്റെ ഹൃദയത്തിലുള്ള സ്നേഹബന്ധം ഒരിക്കലും ഒന്നിനും വേർപിരിക്കാൻ സാധിക്കത്തില്ല. ഇൻ ഹാർട്ട് ആൻഡ് ക്രിസ്ത്യൻ അഫെക്ഷൻ, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ആ ഡിഫറൻസ് ഇൻ ജഡ്ജ്മെന്റ്. ഞങ്ങളുടെ ചില കാഴ്ചപ്പാടുകൾ, ചില വ്യത്യാസങ്ങളുണ്ട്. എങ്കിലും അവസാനം വിറ്റ്ഫീൽഡ് പറയുന്നത് എന്നാണെന്നറിയാമോ? ഐ വോണ്ട് ജോൺ വെസ്ലി ടു പ്രീച്ച് അറ്റ് മൈ ഫ്യൂണറൽ. എൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഒരുവൻ പ്രസംഗിച്ചാൽ മതി, അത് ജോൺ വെസ്ലി ആയിരിക്കണം. ജോൺ വെസ്ലി പ്രസംഗിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ ഇപ്രകാരം പറഞ്ഞ്, ഇൻ എസെൻഷ്യൽസ് യൂണിറ്റി. ചില കാര്യങ്ങളുണ്ട് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. എന്താണ്? വചനത്തിന്റെ ഇന്നറൻസി, അല്ലേ? ദ ഡിയറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദ സുപ്രീമസി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, റൂൾസ് ഓഫ് ഹോളി ലിവിങ്. ചില കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യത്തില്ല. ഇൻ എസെൻഷ്യൽസ് വി ആർ വൺ, ഇൻ നോൺ എസെൻഷ്യൽസ് ലിബർട്ടി, ആൻഡ് ഇൻ ഓൾ തിങ്സ് ചാരിറ്റി. ഇങ്ങനെ ആയിരിക്കണം നാം ഒരുമിച്ച് പോകേണ്ടത്. ഒരുപക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് ചില വ്യത്യാസങ്ങൾ കാണാം, ചില ഡിഫറെന്റ് ഐഡിയോളജീസ് കാണാം. പക്ഷെങ്കിൽ ക്രിസ്തു യേശുവിൽ നാം ഒന്നാണ്. സ്നേഹത്തിന്റെ ആത്മാവ്. ഞാൻ ഒരു കാര്യം കൂടെ സങ്കടത്തോടെ പറയട്ടെ. ചിലപ്പോൾ ഞാൻ ചില ഡിബേറ്റ്സിനൊക്കെ കാണാറുണ്ട്, നമ്മുടെ എസ്പെഷ്യലി മലയാളി ഡിബേറ്റ്സ്. ആ ഡിബേറ്റ്സ് കാണുമ്പോൾ എനിക്ക് വലിയ വിഷമമാണ്. അവരുപയോഗിക്കുന്ന ഭാഷയും തമ്മിൽ ഉണ്ടാകുന്ന തല്ലുകളും, അത് കഴിയുമ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവരിടുന്ന ചില കോമെന്റ്സ് ഒക്കെ കാണുമ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടും. ലോകം ഇത് കണ്ട് ചിരിക്കുകയല്ലേ? Isn't the world laughing at us when we should be shining like stars? യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി നാം ജ്വലിച്ച് നിൽക്കേണ്ടിയപ്പോൾ നാം തല്ലി. രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഡിസ്കസ് ചെയ്യുക, വളരെ നല്ല ഡിക്കോറം മെയിൻറ്റെയിൻ ചെയ്യുക, അത് കഴിയുമ്പോൾ നിർത്തുക. ദെൻ സുവിശേഷത്തിന് വേണ്ടി ഒരുമിച്ച്. ഞങ്ങളുടെ യൂത്ത് ഫോർ മിഷൻ അല്ലെങ്കിൽ മിഷൻസ് ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, യു വിൽ സീ പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് ഡിനോമിനേഷൻസ്, പല സഭാവിഭാഗങ്ങൾ. ചില കാര്യങ്ങളൊക്കെ വിയോജിപ്പ് കാണും. എങ്കിലും ഇപ്പോൾ എൻ്റെ സഹോദരന്മാരെല്ലാം ഉണ്ട് ഓൺലൈൻ, എ ബി ട്യൂമൻ, KJ സാം, ബേസിൽ ജോർജ്. ഒരുമിച്ച് ഞങ്ങൾ നിൽക്കുമ്പോൾ പറയുന്നത്, ക്രിസ്തു യേശുവിൽ ഞങ്ങൾ സഹോദരന്മാർ, വി ആർ ബ്രദേഴ്സ്. വെൻ വി സ്റ്റാൻഡ് ഫോർ ദ ഗോസ്പൽ, വി സ്റ്റാൻഡ് ടുഗെദർ. നാം ഒരുമിച്ചാണ് സുവിശേഷത്തിന്
വേണ്ടി നിൽക്കുന്നത്. സോ വി ആർ ബ്രദേഴ്സ് ഇൻ ക്രൈസ്റ്റ് ബിഫോർ എനിത്തിങ് എൽസ്. അതൊരിക്കലും നാം മറക്കരുത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ദേ വിൽ സീ ദാറ്റ് യു ആർ മൈ ഡിസൈപ്പിൾസ് വെൻ യു ലവ് വൺ അനദർ. ജെനുവിൻ ലവ്, അല്ലാതെ ഞാൻ സ്നേഹിക്കുന്നു പറഞ്ഞു പോകാനല്ല. ഞാൻ ജെനുവിനായിട്ട് സ്നേഹിക്കുമ്പോൾ ദ വേൾഡ് വിൽ സീ ദാറ്റ് യു ആർ മൈ ഡിസൈപ്പിൾസ്. സോ ആ സ്നേഹത്തിന്റെ ആത്മാവിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.